أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. هؤلاء قوم اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا ومن أظلم ممن افترى على الله كذبا وإذ اعتزلتموهم وإذ اعتزلتموهم وما يعبدون إلا الله وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا ويهيئ لكم من أمركم مرفقا وترى الشمس إذا طلعت تزاور عن كهفهم وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين ذات اليمين وإذا غربت تقرضهم ذات الشمال وإذا غربت تقرضهم ذات الشمال وهم في فجوة منه وهم في فجوة منه ذلك من آيات الله ذلك من آيات الله من يهد الله فهو المهتد من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا ومن يضلل فلن تجد له وليا مرشدا وتحسبهم أيقاظا وهم رقود وتحسبهم أيقاظا وهم ونقلبهم ذات اليمين وذات الشمال ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد وكلبهم باسط ذراعيه بالوصيد لئن اطلعت عليهم لوليت منهم فرارا لئن اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا ولملئت منهم رعبا أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم هؤلاء قوم اتخذوا من دونه قوم اتخذوا من دونه آلهة قوم اتخذوا من دونه هؤلاء قوم اتخذوا من دونه آلهة
ഈ ആയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് മദ് മുഖ്തസിൽ. 4 5 ഹർക്കത്ത് നീട്ടാം. ഓക്കെ, ഹർക്കത്ത് അറിയാലോ. അങ്ങനെ 5 times. ഓക്കെ, തുടക്കം കെട്ടുന്ന രണ്ട് സ്ഥലത്താണ് നീട്ടണം. ഒന്ന് ഹ, രണ്ട് ല. قوم اتخذوا അലിഫ് ഉണ്ട്, അതിന്റെ മുകളിലൊരു ഇതുണ്ട്. അതിന്റെ ചില ആൾക്കാര് കൗമിനെ അത്തഹദു എന്ന് ഓതാറുണ്ട്. ആ അലിഫ് അതിലേക്ക് ചേർത്തി ഓതേണ്ടതാണ്. അതുകൊണ്ട് അലിഫിനെ പ്രത്യേകം ഉച്ചരിക്കില്ല. ഖൗമുന തഖദു മിൻ ദൂനി ആലിഹ. ശേഷം ദാൽ വന്നാൽ മണിക്കണം. പിന്നെ നൂനിനെ അവ്യക്തമാക്കണം. വെളിവാക്കല്ല, അവ്യക്തമാക്കണം. മിൻ ദൂനിഹി, അല്ല മിൻ ദൂനിഹി ആലിഹ. ദൂനിഹി എന്ന് കേട്ട് ചെറിയ മദ്ദുണ്ട്. ഓക്കെ, മദ് അറിയത്തുണ്ടോ? ഇല്ലല്ലോ. മദ് നീട്ട. അപ്പൊ കട്ടി വിട്ടിട്ട് എന്താ പറയാ? മദ് നീട്ട. ഓക്കെ, അപ്പൊ അവിടെയാണ് ഇതിന്റെ സ്റ്റോപ്പ്. സ്റ്റോപ്പ് അല്ല, ശരിക്കും അവിടുന്ന് തുടർത്തി കൊണ്ടുപോകണം എന്നാണ്. സില എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതണം എന്നാണ്. സിലി എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതാനുള്ള ചിഹ്നമാണ്. സിലി മോണില്ലേ, ചേർത്തി ഓതാനുള്ള ചിഹ്നമാണ്. പക്ഷെ ഒരാൾക്ക് ശ്വാസം കിട്ടില്ലെങ്കിൽ he can stop there. Okay, ശ്വാസം കിട്ടാൻ എന്താ ചെയ്യാം? അവിടെ നിർത്താം. അപ്പൊ നമ്മളവിടെ നിർത്തുകയാണ്. ഓക്കെ, അപ്പൊ ഹാഉല എന്നടുത്ത് 2 മദ്, ഖൗമൻ എന്നടുത്ത് ഖാഫിന്റെ ഉച്ചാരണം. ഇത്തഖദു, ഇത്തഖദു, ഖദു, not du, du. ഇത്തഖദു, ഇത്തഖദു. പിന്നെ മിയാദൂനിഹി എന്നടുത്ത് നൂന് സാക്കിനെ മണിച്ച് അവ്യക്തമാക്കണം. മിയാദൂനിഹി. പിന്നെ ഹ എന്നുള്ളത് ഞാൻ പറയുമ്പോൾ ഖുർആൻ പോകണം, നമ്മൾ മനസ്സിലാവും. ഹ എന്നുള്ളതിന് മദ് കൊടുക്കണം. ഓക്കെ, ഹൗലാഇ ഖൗമുന തഖദൂ മിൻ ദൂനിഹി ആലിഹ. لولا يأتون عليهم بسلطان بين. لولا يأتون عليهم بسلطان بين. عليهم عين, there is no hamza. عين. عليهم. عليهم بسلطان. سلطان. سلطان. سلطان بين. بسلطان بين. سلطان بين. سلطان بين. ഇവിടെ സ്മോളസ്റ്റ് മീം വേണ്ട. അതെന്തിനാണ്? അവിടെ ഇന്നൊരു സ്വരം വരാൻ വേണ്ട. സുൽത്താൻ ബൈൻ. سلطان بين. لولا يأتون عليهم بسلطان بين. لولا يأتون عليهم بسلطان بين. فمن أظلم ممن افترى على الله كذبا. فمن أظلم ممن
സുക്കൂൻ കൊടുത്തു. കാരണം എന്താ? സുക്കൂനുള്ള രീതിയില്ല. കാരണം വെരി ഗുഡ്, ബറക്കല്ലാഹു ഫീക്. അതിന്റെ തൊട്ടപ്പുറത്ത് ഹംസയാണ് അല്ലേ? ഹംസ വന്നാൽ എന്താണ്? നൂനിനെ വ്യക്തമാക്കണം, വെളിവാക്കണം. അപ്പൊ നൂനിന്റെ മുമ്പിൽ ഐന്, അതായത് തൊണ്ടയുടെ 6 അക്ഷരങ്ങൾ വന്നാലാണ് നൂനിന് സുക്കൂൻ ഉണ്ടാകുക. ഓക്കെ, മനസ്സിലാത്തവര് ജസ്റ്റ് ശ്രദ്ധിക്കാൻ ശ്രമിച്ചാൽ മതി, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതിന് മനസ്സിലാവില്ല എന്ന് വിചാരിക്കരുത്. നമുക്ക് ചെറുപ്പം മുതലൊക്കെ സംഭവിച്ച പ്രശ്നം അതാണ്. ഹിന്ദി, മാത്സ്, ഇംഗ്ലീഷ്, നമ്മൾ ആദ്യമാക്കിയത് പ്രശ്നമായിരുന്നു, ഈ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ മനസ്സിലാവില്ല, ഇതിനക്ക് അറിയില്ല, അതൊന്നും ഇത് കേറൂല അങ്ങനെ വിചാരിക്കാൻ മതി. ജസ്റ്റ് കേട്ടാൽ മതി, മനസ്സിലാണെങ്കിൽ കേട്ടാൽ മതി. ഓക്കെ, കുറച്ച് കഴിയുമ്പോ മനസ്സിലായിക്കോളും. ഓക്കെ, فمن أظلم أظلم ومن أظلم أظلم ചെറിയ എയർ വേണം. ഈ 3 അക്ഷരങ്ങളാണ് നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ അറ്റത്ത് തട്ടുമ്പോൾ വരുന്ന 3 അക്ഷരങ്ങളാണ്. ഒന്ന് ത, മറ്റൊന്ന് ദ, മറ്റൊന്ന് വ. വ എന്നാണ് ഉച്ചരിക്കുക ശരിക്കും. വ കുറച്ച് എയർ വരും. എനിക്കും അറിയില്ല, ഞാനിപ്പോ നേരെ പഠിച്ചാണ്. ഓക്കെ, ജസ്റ്റ് പ്രാക്ടീസ്. അപ്പൊ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ فمن أظلم ممن افترى. അവിടെ മീമിന് ശബ്ദമുണ്ട്, അപ്പൊ എന്ത് ചെയ്യണം? മണിക്കണം. ممن افترى فمن أظلم ممن افترى على الله كذبا. പ്രസ്സിംഗ് കൊടുത്തിട്ട് ഓതരുത്. فمن أظلم ممن افترى على الله كذبا. Next page. وإذ اعتزلتموه وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا. وإذ اعتزلتموهم يعتزل وإذ اعتزلتموهم وإذ اعتزلتموهم وما يعبدون إلا الله അവിടെ വമാ യഅബുദൂന. അമ്മഞ്ഞിപ്പോ ഇവിടെ യഅബുദൂന യഅബുദൂന യ ഇല്ലല്ലാഹ് വമാ യഅബുദൂന ഇല്ലല്ലാഹ് ഓക്കേ. فأووا إلى الكهف ينشر لكم ഏതാക്ഷരം? ഏതാക്ഷരം? ഏതാക്ഷരം മുമ്പിൽ മീൻസ് ഇൻ ഫ്രണ്ട് ഓഫ്, അതിന്റെ ശേഷം ഷീൻ. ഷീൻ വന്നാല്
ഏറ്റവും കൂടുതൽ അക്ഷരം ആർക്കാ നമ്മൾ കൊടുത്തത് കഴിഞ്ഞ ക്ലാസ്സിന്? ഏറ്റവും കൂടുതൽ അക്ഷരം മണിക്കാതെ അല്ല അവ്യക്തമാക്കി മണിച്ചു ഓക്കെ. ربكم من رحمته ويهيئ لكم من أمركم مرفقا وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا അടുത്തത് ഓതണം. ആയത്ത് എടുക്കണേ കേട്ടോ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരുപറ്റ യുവാക്കൾ അവര് അള്ളാഹു വിശ്വസിച്ചവർ ഈമാൻ വർദ്ധിപ്പിച്ചവരുടെ കാലിന് അവരുടെ ഹൃദയത്തിനൊക്കെ അവർ സ്ഥൈര്യം കൊടുത്തു. അവർ ഞങ്ങളുടെ റബ്ബ് സമാവാക്യമുള്ള റബ്ബാണ് എന്ന് പറഞ്ഞു. പറയുക മാത്രമല്ല പിന്നെന്ത് ചെയ്തു? നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല എന്നവർ ശപഥം ചെയ്യുകയും ചെയ്തു. അല്ലെ? അങ്ങനെ ചെയ്താൽ ഞങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കളവാണ്, വ്യാജമാണ് പറയുന്നത് എന്നവർ പറഞ്ഞു. ഇതിൽ വരേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അല്ലെ? ഒരു ചോദ്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ് വേറെ കൊണ്ടുപോകാറുണ്ട്. ഞങ്ങൾ അള്ളാഹുവിന് പുറമെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. അതൊരു പ്രവർത്തനമാണല്ലോ. ഞങ്ങൾ അതിനെ പ്രവർത്തിച്ചാൽ ഞങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കളവാണ് പറയുന്നത് എന്ന് പറയാൻ കാരണം അള്ളാഹുവിന്റെ പേരിൽ വ്യാജമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നതിന് പകരം വ്യാജമാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറയാൻ കാരണം എന്താ? അള്ളാഹ് പ്രയോഗിച്ചെടുത്ത് പറ്റിയോ അങ്ങനെ പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചത്? നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരെയും ആരാധിക്കുകയില്ല. അള്ളാഹു പുറമെ ഞങ്ങൾ ആരെങ്കിലും ആരാധിച്ചാൽ അള്ളാഹുവിന്റെ പേര് ഞങ്ങൾ വ്യാജം തന്നെയാണ് ചെയ്യുന്നത് എന്നാ പറയണ്ടേ. പക്ഷെ ഞങ്ങള് ഞങ്ങൾ അള്ളാഹിന്റെ പേര് വ്യാജം തന്നെയാണ് പറയുന്നത് പറയാനാണ്. ഒരു ഉത്തരത്തിന് രണ്ട് സാധ്യത ഉണ്ട്. ഒന്നുകിൽ ഇത് ശരിയോ അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവര് പറഞ്ഞത് എന്താണ്? ഞങ്ങൾ അള്ളാഹു പുറമെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല, ആരാധിക്കുകയില്ല. അപ്പൊ അതൊരു പ്രവർത്തനമാണല്ലോ. ഞങ്ങൾ അള്ളാഹു പുറമെ മറ്റുള്ളവരെ ആരാധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അള്ളാഹിന്റെ പേരിൽ വ്യാജമാണ് പറയുന്നത് എന്നുള്ളത്. തോന്നുന്നുണ്ട്. കറക്റ്റ് ആൻസർ അറിയുന്ന ആൾക്കാരുണ്ടോ? ലേഡീസുണ്ടോ? ആൻസർ പറയണ്ട, അറിയുന്നുള്ളൊരു സൂചന എന്താണ്?
ഇപ്പൊ കണ്ടിന്യൂ പല മുഖങ്ങളും ഇപ്പൊ കാണുന്നില്ല. ചോദ്യാവസരം വല്ല ഇങ്ങനെ ഹൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വാപ്പ കൊലയിൽ ഇരുന്നിട്ട് വീടി വലിച്ചാൽ മകനെ വീടി വലിച്ചോളൂ എന്ന് വാപ്പ പറഞ്ഞില്ലെങ്കിലും ആ ചെയ്തി പറയുന്നത് എന്താണ്? മകനെ നീ വീടി വലിച്ചോ എന്നാണ്. എക്സാമ്പിൾ അടക്കം പറഞ്ഞു. ഓക്കെ, ചോദ്യത്തിന് വേണ്ടിയല്ല, ചോദ്യം തിരിച്ചറിവിന് വേണ്ടിയാണ്. എന്ത് ചോദ്യം തിരിച്ചറിവിന് വേണ്ടിയല്ല. എന്ത് തിരിച്ചറിയുക? പഠിച്ചത് ഓർമ്മയിൽ വേണം എന്ന് തിരിച്ചറിയുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ആയത്ത് هؤلاء قوم اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا هؤلاء അവർ തങ്ങളുടെ നാട്ടുകാർ, അവരെ കുറിച്ച് പറയേണ്ടത് തങ്ങളുടെ നാട്ടുകാര്. ഖൗമുന അവരാരാണ്? നമ്മുടെ ഖൗമാണ്, നമ്മുടെ ജനതയാണ്. അക്കൂട്ടർ എന്നാണ് അർത്ഥം, അവർ എന്നാണ് അർത്ഥം. ഖൗമുന നമ്മുടെ ജനത, ഖൗമുന നമ്മുടെ ജനത. അപ്പൊ നമ്മുടെ നാടിന് എങ്ങനെ പറയാം? രാജ്യത്തിന് നാടിന് ബലദ് ബിലാദ് ഒക്കെ പറയും. അപ്പൊ ബലദുന ബിലാദുന അല്ലേ? അപ്പൊ ചില പ്രയോഗങ്ങളിൽ നിന്ന് നമ്മൾ അറബി കുറച്ചൊക്കെ പഠിക്കാം. ജസ്റ്റ് അറിയുന്ന അപ്പൊ ജസ്റ്റ് ഇങ്ങനെ കമ്പയർ ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, ചെറിയ പ്രയോഗങ്ങളൊക്കെ. അപ്പൊ ഹഉലാഇ ഖൗമുന നമ്മുടെ ഈ ജനത. എന്താ അവരുടെ പ്രത്യേകത? ഇത്തഖദു അവർ ഇത്തഖദ സ്വീകരിച്ചിരിക്കുന്നു. ഇത്തഖദു അവർ സ്വീകരിച്ചിരിക്കുന്നു. മിൻ ദൂനിഹി അവന് പുറമെ. ആർക്ക് പുറമെ? അല്ലാഹുവിന് പുറമെ. ഇലാഹ ഇലാഹിനെ, ആരാധ്യന്. ഓക്കെ, അല്ല ആലിഹ, സോറി മോൾക്ക് പറയുന്നത് ഖൗമുൻ ഇത്തഖദു മിൻ ദൂനിഹി ആലിഹ. ആലിഹത്ത് ദൈവങ്ങൾ അല്ലേ? ദൈവങ്ങളെ അവർ സ്വീകരിച്ചിരിക്കുന്നു. ആര്? ആ ഗ്രാമക്കാർ. ഏത് ഗ്രാമക്കാർ? നമ്മുടെ നാട്ടുകാർ. നമ്മുടെ ഗ്രാമവാസികൾ അല്ലാഹുവിന് പുറമെ ആരാധ്യന്മാരെ, ദൈവങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യണം? ന്യായമായിട്ടും അതാണ് അടുത്ത് പറയുന്നത്. ലൗലാ യഅതൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ. ലൗലാ യഅതൂന അവർക്ക് എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ? അല്ലെങ്കിൽ എന്താണ് അവർ കൊണ്ടുവരാത്തത്? അവർക്ക് കൊണ്ടുവന്നുകൂടെ? അലൈഹിം ആ ദൈവങ്ങളുടെ മേൽ, അല്ലെങ്കിൽ അവരുടെ ഈ ആരാധനയുടെ മേൽ, ബിസുൽത്താനിൻ ബയ്യിൻ ഒരു വ്യക്തമായ തെളിവ്. സുൽത്താൻ എവിഡൻസ്, തെളിവ്, മനസ്സിലായോ? ന്യായം. അല്ലാഹുവിന് പുറമെ അവർ ഒരുപാട് ദൈവങ്ങളെ സ്വീകരിക്കുന്നു. എന്നാൽ അവർ ന്യായമായിട്ടും കൊണ്ടുവരേണ്ടതല്ലേ അവരെ ആരാധിക്കാനുള്ള തെളിവ്? എന്താണ് അവർ കൊണ്ടുവരാത്തത്? തെളിവ് മതിയോ? തെളിവ് മതിയോ? എന്ത് തെളിവായിരിക്കണം? ബയ്യിനായിരിക്കണം. എന്താ തെളിവിന്റെ പ്രത്യേകത? വ്യക്തമായിരിക്കണം. വെറുതെ എന്തെങ്കിലും പാടിയാൽ പോരാ, വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. പണ്ട് അവിടെ കോജ ഉണ്ടായിരുന്നു, പണ്ടൊരു തങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കാര്യമുണ്ടോ? കാര്യമില്ല. പണ്ടൊരാളുണ്ടായിരുന്നു നമ്മുടെ വിഷയമല്ല. പണ്ട് ഒരാളല്ല, 1000 ആളുടെ കാര്യമില്ല. തെളിവെന്താകണം? ബയ്യിനാകണം, വ്യക്തമായിരിക്കണം. അപ്പോ അവർ ഒരുപാട് ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ അവർക്ക് അതിനൊരു തെളിവും എഴുന്നള്ളിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? ശിർക്കിനും ശിർക്കിന്റെ ആരാധനകൾക്കും ഒരു നിലക്കും എന്തില്ല? തെളിവ് കൊണ്ടുവരാൻ സാധിക്കില്ല. അത് ഏത് കക്ഷികളായിരുന്നാലും ശരി, അത് ഇസ്ലാമിലുള്ളവരായിരുന്നാലും ഇസ്ലാമിന് പുറത്തുള്ളവരായിരുന്നാലും ശരി, ശിർക്കിനെ ന്യായീകരിക്കാൻ ഒരു തെളിവ്. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട, ഒരു സുന്നി സുഹൃത്തിനോട് സംസാരിക്കുമ്പോ മരിച്ചുപോയ മഹത്തുക്കളോട് തന്റെ വിഷമങ്ങൾ പറയാൻ അവരുടെ അടുത്ത് ഒരുപാട് തെളിവുകൾ ഉണ്ടാവുമെന്ന് നമ്മൾ ആലോചിച്ച് പേടിച്ചിട്ടുണ്ടാകും. ഇസ്ലാമിൽ അങ്ങനെ തെളിവും ഉണ്ടാവില്ല. മനസ്സിലായോ?
എന്നാൽ അവൻ എനിവേ അവൻ തെളിവ് ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ ആ തെളിവ് എന്തായിരിക്കും? ദുർവ്യാഖ്യാനമായിരിക്കും. അത് ബയ്യിനല്ലാത്തതായിരിക്കും. അപ്പൊ നമ്മൾ അത്തരക്കാരോട് സംസാരിക്കുമ്പോൾ ലവലേശം നമുക്ക് പേടി വേണ്ട. കാരണം എന്തെങ്കിലും ഒരു തെളിവിന്റെ കണിക ഉണ്ടായിരുന്നെങ്കിൽ ആര് പ്രാർത്ഥിക്കുമായിരുന്നു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കൂലേ? ഖുർആനിലും ഹദീസിലും വല്ല കഷ്ണം ഉണ്ടെങ്കിൽ ആര് ചെയ്യുമായിരുന്നു? സ്വഹാബത്ത് ചെയ്യുമായിരുന്നില്ലേ? അവരാരും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ഇനി തെളിവ് ഉദ്ധരിച്ചാലും അടുത്ത ചോദ്യം എന്താ? പഠിച്ചേക്കേണ്ട ചോദ്യം നബിദിനാഘോഷമാകട്ടെ, മരിച്ചുപോയ മഹത്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാകട്ടെ, അവരുടെ ഇസ്തിഗ്ഹാസ തേടുന്നതാകട്ടെ, അതിനൊക്കെ ആയത്തുകൾ ഉദ്ധരിച്ചാലും ഹദീസുകൾ ഉദ്ധരിച്ചാലും അടുത്ത ചോദ്യം എന്താ? എന്നിട്ട് ഈ ഹദീസ് കൊണ്ട്, ഈ ആയത്ത് കൊണ്ട് എന്തുകൊണ്ട് റസൂലുള്ള പ്രാർത്ഥിച്ചില്ല? എന്തുകൊണ്ട് സഹാബത്ത് പ്രാർത്ഥിച്ചില്ല? അതാണ് ചോദ്യം. മനസ്സിലായില്ലേ? വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന ആയത്തിന്റെ പീസാണ് നബിദിനാഘോഷത്തിന് തെളിവ്. ഓക്കെ, അത് തെളിവാണെങ്കിൽ എല്ലാ ആയത്തിനെയും പ്രവർത്തിച്ച് കാണിച്ചെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ട് ചെയ്തില്ല? എല്ലാ ഖൈറുകൾക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്ന സ്വഹാബത്തിലെ ഒരു നന്മ പറഞ്ഞു കൊടുത്താല് സ്പോട്ടിൽ ചെയ്യില്ലേ? അല്ലെ? അതാണ് ഒരു പ്രത്യേകത. സ്പോട്ടിൽ ചെയ്യും. കിബില മാറി എന്ന് പറഞ്ഞപ്പോ രണ്ടാളുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുക. നിസ്കാരത്തിൽ അവർ കേട്ടെ കിബില മാറിയല്ലോ, ഒറ്റ തിരിയല്ല നിസ്കാരത്തിൽ. മനസ്സിലായി? ഒന്ന് നിസ്കാരം കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ശരിയാണോ അല്ലെങ്കിൽ എന്തൊന്നും ചോദിക്കാന്നില്ല, നിസ്കാരത്തിന് ടേൺ ചെയ്തേക്കാം. അല്ലെ? അത്രയും നന്മകൾ സ്വീകരിക്കുന്ന സ്വഹാബത്ത് എന്തുകൊണ്ട് ചെയ്തില്ല? ചോദ്യം. അപ്പൊ അല്ലാഹുവിന് പുറമെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തികൾക്കും ഒരു തെളിവുമില്ല പ്രമാണത്തിൽ. മനസ്സിലായോ? അത് ഈ ഒരു വചനത്തിൽ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. അത് നമുക്കൊരു ആത്മസംതൃപ്തിയും സന്തോഷവും ലഭിക്കുന്ന കാര്യമാണ്. മാത്രവുമല്ല അല്ലാഹു ആയത്തിനെ അവസാനിപ്പിച്ചത് എങ്ങനെയാ? വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നവനേക്കാൾ അക്രമിയായിട്ട് ആരുണ്ട്? അപ്പൊ കളവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കളവ് എന്താ? അള്ളാന്റെ പേരിൽ കളവ് പറയാ. അള്ള പറഞ്ഞിരിക്കുന്നു, റസൂൽ പറഞ്ഞിരിക്കുന്നു, വലിയ കളവാണ്. അള്ളാന്റെ പേരിൽ കളവ് പറയുന്നത് വലിയ കുറ്റാണ്. റസൂലിന്റെ പേരിൽ കളവ് പറയുന്നത് ഭയങ്കര കുറ്റാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ. നബി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ പിന്നെ നബി പറഞ്ഞല്ലേ, വെറുതെ അടിച്ചുവിടാൻ പറ്റൂല. ഓക്കെ, അതൊക്കെ ഖുർആനുണ്ട്. ഏത് ഖുർആനുണ്ട്? ഞമ്മടെ ഖുർആനുണ്ടോ? അത് ഉറപ്പ് വേണം. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ അടിച്ചുവിടാൻ പാടില്ല. Who is your father? Who is your father? നിങ്ങളെ ഫാദർ ആരാ? കുഞ്ഞി മുഹമ്മദ്. പപ്പ ഡൗട്ട്? ആരെങ്കിലും ഡൗട്ട് ഉണ്ടാക്കിയ ഡൗട്ട് ഉണ്ടാവുമോ? അതാണ്, അതിന്റെ പേരാണ് ഇൽമ്. ഡൗട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഡൗട്ട് ഉണ്ടാകാതെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ പേരാണ് ഇൽമ്. മറ്റല്ല ഇത് കച്ചറൂടിയുണ്ട്, ഞാൻ പറഞ്ഞൊരു മാറ്റില്ല, അതിന് അത് പറയില്ല. നേരെ മറിച്ച് നമ്മൾ ചോദിക്കാണ് ലാലതൊക്കെ എത്ര ഷർത്തുണ്ട്, 10 ആണോ 7 ആണോ? അപ്പൊ നമ്മളൊരു 7 ആണോ 10 അല്ലേ? നീങ്ങോ 10. അപ്പൊ എന്താ ഉറപ്പില്ല. അപ്പൊ അവന് കറക്റ്റ് അറിയില്ല ഏതൊക്കെയാണെന്ന് അറിയെങ്കിൽ സംശയം ഉണ്ടാവോ? സുബൈന്റെ സുബൈ എത്ര റക്അത്താ? 2 തന്നെയാ? 3 അല്ലേ? മഗ്‌രിബ് 2, സുബൈയാ? ഉറപ്പാ? അപ്പൊ എങ്ങനെ ഡൗട്ട് ഉണ്ടാക്കിയാലും മഗ്‌രിബ് 3 ആണ്, സുബൈ 2 ആണ്. റൈറ്റ്? ഒരിക്കലും സംശയം ഉണ്ടാവില്ലല്ലോ. അത് നമ്മുടെ ഉള്ളിൽ ഇറങ്ങിയ അറിവാണ്. അതിനാരെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. സുബൈക്കല്ലടാ 2, അത് മഗ്‌രിബിലാണ്, എനിക്ക് മാറിയതാണ് കാര്യമില്ല. മനസ്സിലായില്ലേ? അവന് മറ്റേ ഇതിനെ കൊടുക്കുന്ന
മനസ്സിലായി കൊടുക്കണം വരുന്നില്ലേ? അപ്പൊ എങ്ങനെ ഡൗട്ട് ഉണ്ടാക്കിയാലും താങ്ക് യു വരം ചെയ്ത്. അപ്പൊ എങ്ങനെ സംശയം ഉണ്ടാക്കിയാലും സംശയം ഉണ്ടാകാത്ത കുട്ടികൾ പഠിക്കൂലേ? പോകണില്ലല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെ സംശയം ഉണ്ടാക്കിയാലും സംശയം ഉണ്ടാകരുത്. അപ്പൊ തെളിവുകൾ നമ്മുടെ ഉള്ളിൽ ഹൃദിസ്ഥമായിരിക്കണം. അള്ളാഹനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാൻ ഒരുപാട് തെളിവുകളുണ്ട്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ മുതൽക്ക് ഫുള്ള് തെളിവ് തന്നെയാണ്. എന്നാൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് അന്നും ഇന്നും എന്നും ഒരിക്കലും തെളിവില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹുക്ക് പുറമെ ആരെങ്കിലും വല്ലതിനെയും വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ അള്ളാഹുവിന്റെ പേരിൽ വ്യാജമാണ് പറയുന്നത്. അതിനെന്തുകൂടെ മനസ്സിലാക്കാം? അള്ളാഹ്ക്ക് പുറമെ ആരെങ്കിലും സഹായം തേടാൻ വിളിച്ചു പ്രാർത്ഥിക്കാൻ അള്ളാഹ് ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹ് ഇഷ്ടപ്പെടുന്നുണ്ടോ? അള്ളാഹ് നിയമമാക്കിയിട്ടുണ്ടോ? ഇല്ല. അത് എത്ര വലിയ മഹത്തുക്കളാകട്ടെ, മഹാനാകട്ടെ, ആരാകട്ടെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ലാ തഖൂനി കമാ തറത്തിൻ നസ്വാറ ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയമിനെ പിന്നെ നസ്രാണികൾ വാഴ്ത്തിപ്പുകയറ്റി ദൈവമാക്കിയതുപോലെ നിങ്ങൾ എന്നെ വാഴ്ത്തിപ്പുകയറ്റി ദൈവമാക്കരുത്. നിങ്ങൾ എന്നെ കുറിച്ച് പറയേണ്ടത് അബ്ദുല്ലാഹി വ റസൂലുഹു, അല്ലാഹുവിന്റെ ദാസൻ, അല്ലാഹുവിന്റെ ദൂതൻ. ഇതാണ് നിങ്ങൾ എന്നെ കുറിച്ച് പറയേണ്ടത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹുക്ക് പുറമെ ആരാധിക്കുന്നവർക്ക് ഒരു തെളിവും കൊണ്ടുവരാൻ കഴിയില്ല. മാത്രവുമല്ല, അള്ളാഹ്ക്ക് പുറമെ മറ്റുള്ളവരെ ദൈവമായി സ്വീകരിക്കുന്നവർ അള്ളാഹിന്റെ പേരിൽ പച്ചക്കള്ളമാണ് പറയുന്നത്. പിന്നെയോ അവർ അക്രമികളാണ്. എന്താണ് ആയത്തില്? ഫമൻ അദ്ലമു, ഏറ്റവും വലിയ അക്രമിയായിട്ട് ആരുണ്ട് എന്നാണ്. മനസ്സിലായോ? അള്ളാഹിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നവൻ വലിയ അക്രമിയാണ്. ഖുർആൻ ഒരുപാട് വചനങ്ങൾ ഇങ്ങനെ വലിയ അക്രമി ആണ് എന്ന് പറഞ്ഞ സമയങ്ങളുണ്ട്. 6-ാം അധ്യായം 21-ാമത്തെ ആയത്ത്, 93-ാമത്തെ ആയത്ത്, 144-ാമത്തെ ആയത്ത് ഒക്കെ അള്ളാന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കണിന്റെ അല്ല അതിക്രമിയെ അവൻ അബ്ദുലം എന്ന് ചോദിച്ചതിന്റെ ഉദാഹരണങ്ങളാണ്. ഖുർആനിൽ അള്ളാഹ് ഒരാൾ അക്രമി എന്ന് പറഞ്ഞാൽ അവൻ ആരാ? അക്രമിയാണ്, ഒരു സംശയമില്ല. അള്ളാഹ് ഒരാളെ പാപി എന്ന് പറഞ്ഞവൻ ആരാ? പാപിയാണ്. അപ്പൊ അടിമകളുടെ, ഉടമകളുടെ, പടപ്പുകളുടെ, സഹജീവികളുടെ ഒന്നും സപ്പോർട്ടല്ല നമുക്ക് ആവശ്യം. അപ്പൊ നമ്മൾ നല്ലൊരു ഉടുപ്പിട്ട് വന്നാൽ നാട്ടുകാരൊക്കെ ലൈക്ക് തരും. പക്ഷെ അള്ളാഹ് എന്ത് തരും? അത് ഏറ്റവും പ്രധാനമാണ്. മനസ്സിലായോ? നമ്മൾ കണ്ണുകള്ളി വാങ്ങി വലിയൊരു പെരയേറ്റി ലോണൊക്കെ എടുത്ത് വലിയൊരു ബംഗ്ലാവൊക്കെ ഉണ്ടാക്കി ആൾക്കാര് തരും അല്ലേ? ആളുകൾ അതിന്റെ മധുഹ് പറയും, ആശ്ചര്യം പറയും, ഭയങ്കര സന്തോഷം പറയും, ഓ ഭയങ്കര ഉഷാറാണ്, സെറ്റപ്പാണെന്നൊക്കെ പറയും. അള്ളാഹ് എന്ത് പറയും? അള്ളാഹ് എന്ത് പറയും? അള്ളാഹ് എന്ത് പറയും? അള്ളാഹുവിനെ കോപിക്കൂലേ? അതുകൊണ്ട് അള്ളാഹ് ഒരാൾ അക്രമി എന്ന് പറഞ്ഞാൽ ഒരു അക്രമിയാണ്. ആ പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോകരുത്. അള്ളാഹിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചാൽ, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് വലിയ അക്രമമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹിന്റെ പേരിൽ കള്ളം പറയുന്നത് വലിയ അക്രമമാണ്. അള്ളാഹുവിന് പുറമെ ആരാധന്മാരെ സ്വീകരിക്കുന്ന അക്രമമാണ്. അപ്പൊ അസ്ഹാബുൽ കഹ്ഫ് പറയുന്നത്, നമ്മുടെ ഈ ആൾക്കാരുണ്ടല്ലോ, അവര് അള്ളാഹ്ക്ക് പുറമെ ആരാധന്മാരെ സ്വീകരിച്ചിരിക്കുകയാണ്. അവർക്കതിന് വ്യക്തമായ ഒരു തെളിവുമില്ല. എന്തിനും ഏത് വേണം? വ്യക്തമായ തെളിവ് വേണം. അങ്ങനെ വ്യക്തമായ തെളിവില്ലാതെ അള്ളാഹ്ക്ക് പുറമെ മറ്റുള്ളവരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർ അള്ളാഹിന്റെ പേരിൽ കളവാണ് കെട്ടിച്ചമക്കുന്നത്. അങ്ങനെ അള്ളാഹിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നവർ ഏറ്റവും വലിയ അക്രമികളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, തുടർന്നുള്ള ആയത്ത്, وَإِذِ اعْتَزَلْتُمُوهُمْ وَمَا يَعْبُدُونَ إِلَّا اللَّهَ فَأْوُوا إِلَى الْكَهْفِ يَنشُرْ لَكُمْ رَبُّكُمْ مِنْ رَحْمَتِهِ وَيُهَيِّئْ لَكُمْ مِنْ أَمْرِكُمْ مِرْفَقًا وَإِذِ اعْتَزَلْتُمُوهُمْ. ഇതവര് പരസ്പരം പറയട്ടോ. وَإِذِ اعْتَزَلْتُمْ, ഈ അഅ്തസല, ഇഅ്തസല ഒഴിവാക്കുക, ഉപേക്ഷിക്കുക, വെടിയ എന്നൊക്കെയാണ്. ഒഴിവാക്കുക.
ഇഅ്തസൽതുമൂഹു നിങ്ങൾ അവരെ വെടിഞ്ഞതിനാൽ. അവരെ മാത്രമല്ല വമാ യഅ്ബുദൂന അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെയും. മനസ്സിലായോ? ഇല്ലല്ലാഹ് അല്ലാഹുവിനെ ഒഴിച്ച്. അവര് അള്ളാഹിനെ ആരാധിക്കുന്നുണ്ട്, അള്ളാഹു പുറമെ മറ്റുള്ളവരെയും ആരാധിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിൽ അള്ളാഹുവിനെ ഒഴിച്ച് ബാക്കി ആരാധ്യന്മാരെയും ആരാധനകളെയും അവരെയും നിങ്ങൾ ഒഴിവാക്കിയതിനാൽ. ആരൊക്കെ ഒഴിവാക്കി? ആരൊക്കെ ഒഴിവാക്കി? ഒന്ന് അവരെ ഒഴിവാക്കി അല്ലേ? അവരെ. പിന്നെ രണ്ട് ആരാധ്യന്മാരെ. മൂന്ന് ആരാധ്യന്മാരൊന്നും ആരാ? ആരാധ്യന്മാർ ദൈവം കണ്ടില്ലേ? അവരുടെ ദൈവം. മൂന്ന് മൂന്ന് അതന്നെ ആരാധനയില് ഇത് മൂന്നും പാടെ എവിടെ പറഞ്ഞു? ആദ്യം പറയേ, ഇത് മൂന്നും പാടെ ആയത്തിലൂടെ പറഞ്ഞു. അവരെ അവിടില്ലേ? ഒന്നാമത്തെ ഹും അവരെ. അത് ആരാധിക്കുന്നു. അവർ ആരാധിക്കുന്നു. അവർ ആരാധിക്കുന്നതിനെ. അവരെന്തിനെ ആരാധിച്ചത്? അവരുടെ ദൈവങ്ങളെ അല്ലെ? അപ്പൊ അത് കിട്ടിയില്ലേ? പിന്നെ ആരാധനയെ തുടർന്ന് കിട്ടി അള്ളാഹ് ഗോഡല്ലേ ദൈവം. അവരുടെ എണ്ണപ്പെട്ട ഗോഡുകളിൽ ഒരു ദൈവമാണ് അള്ളാഹ്. ആ അള്ളാഹിനെ പേര് എടുത്തിട്ടുണ്ട്, മറ്റിനെ ഒഴിവാക്കിയിട്ടുണ്ട്. കുറെ നേരം ചെലവാക്കിയിട്ട് കാര്യമില്ല, കാരണം അങ്ങനെ കിട്ടുള്ളൂ. ഇവിടെ മാ എന്നതിന് രണ്ടർത്ഥമുണ്ട്. മാ മസ്ദരിയ, മാ മൗസൂല. ഇതില് മസ്ദരിയ എന്ന് പറഞ്ഞാല് ക്രിയയുടെ ധാതുവിനെ കിട്ടുക, ആരാധന എന്ന കിട്ടുക. യഅ്ബുദൂന വമാ യഅ്ബുദൂന എന്ന് പറയുമ്പോൾ ആരാധനയെ എന്ന അർത്ഥം കിട്ടുക. മനസ്സിലായോ? ഈ മാ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ അർത്ഥമാണെങ്കിൽ ആരാധനയെന്നും രണ്ടാമത്തെ ഇതാണെങ്കിൽ ആരാധ്യന്മാരെ എന്നുള്ള അർത്ഥം കിട്ടുക. ഇത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ഏതാ? അനെ യെസ് ബറകല്ലാഹ്. ഖുലിയായിൽ കാഫിർ. ഖുലിയായിൽ കാഫിർ എന്താ അർത്ഥം? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ലാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്നില്ല, മാ തഅ്ബുദൂൻ നിങ്ങൾ ആരാധിക്കുന്നില്ല. ഒരാരെ ആരാധിച്ച്? വിഗ്രഹങ്ങൾ. ഞാൻ ആരാധിക്കുന്നില്ല, നിങ്ങളും ആരാധിക്കുന്നില്ല. നബി ആരെ ആരാധിച്ച്? അല്ലാഹുവിനെ. അവരല്ലാഹുവിനെ ആരാധിച്ചിരുന്നോ? അവർ അല്ലാഹുവിനെ ആരാധിച്ചു, വിഗ്രഹങ്ങളെ ആരാധിച്ചു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുന്നില്ല. കാരണം ശിർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ അല്ലാഹുവിനെ ആരാധിക്കുന്നില്ല എന്നാണ് അവന്റെ വിധി. എന്താ തെളിവ്? അതെന്ത് തെളിവ്? ആ ആയത്തിന് തെളിവ്. മനസ്സിലായി? അപ്പൊ റിപ്പീറ്റേഷൻ ആണ്. പിന്നെ അല്ലേ രണ്ടായത്ത് റിപ്പീറ്റേഷൻ അല്ലേ? ആ റിപ്പീറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ആയത്തിന്റെ അർത്ഥം എന്താ? ഒന്നാമത്തെ ആരാധ്യനെ എന്നാണ്. ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കുകയില്ല. രണ്ടാമത്തത് എന്റെ ആരാധനയെ നിങ്ങളും, നിങ്ങളുടെ ആരാധനയെ ഞാനും ആരാധിക്കുകയില്ല. അതാണ് ഒന്നാമത്തെ ആരാധ്യനും രണ്ടാമത്തെ ആരാധനയുമാണ്. അല്ലാതെ പറഞ്ഞതന്നെ പറയല്ല. മനസ്സിലായോ? പറഞ്ഞതന്നെ പറയല്ല. എങ്ങനെ അർത്ഥം മാറിയത്? ഇവനാണ് അർത്ഥത്തെ മാറ്റിയത്. ആര്?
ഈ കൊച്ചു അക്ഷരം മാ. മനസ്സിലായോ? ആദ്യത്തെ മാ മൗസൂലയും രണ്ടാമത്തെ മാ മസ്ദരിയുമാണ്. അതുകൊണ്ടാണ് അർത്ഥം അങ്ങനെ വന്നത്. അപ്പൊ ഇവിടെ വഇദ് യഅ്തസൽതുമൂഹും നിങ്ങൾ അവരെ ഉപേക്ഷിച്ചു അല്ലേ? വമാ യഅ്ബുദൂന അവർ ആരാധിക്കുന്നവയെയും അല്ലെങ്കിൽ അവരുടെ ആരാധനയെയും അവർ ആരാധിച്ചതിൽ ഇല്ലല്ലാഹ് അല്ലാഹുവിനെ ഒഴിച്ചു ബാക്കിയെല്ലാത്തിനെ നിങ്ങൾ ഒഴിവാക്കി. അപ്പോ ബഹുദൈവ വിശ്വാസികളുടെ ആരാധന നമുക്ക് ആരാധനയല്ല, അവരുടെ ആരാധ്യന്മാർ നമുക്ക് ആരാധ്യന്മാരല്ല. മനസ്സിലായോ? അപ്പൊ എന്താ ചെയ്താല്, എന്താ പോയാല്, എന്താ അതിലൊന്ന് കൂടിക്കൊടുത്താല് പറ്റില്ല. മനസ്സിലായോ? ശിർക്കൻ പൂജകൾ നമുക്ക് പറ്റില്ല. അവരുടെ ഒരു ആരാധനയും നമുക്ക് ആരാധനയല്ല. മനസ്സിലായോ? അവരുടെ ഒരു ആരാധ്യനും നമുക്ക് ആരാധ്യനല്ല. പക്ഷെ ഇവര് അള്ളാഹിനെ ആരാധിക്കുന്നുണ്ട്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇല്ലല്ലാ അള്ളാഹിനെ വെച്ച് പറഞ്ഞു. ഇല്ലല്ലാ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളെയും നിങ്ങൾ ഒഴിവാക്കി. അള്ളാഹിനെ വെച്ച് അള്ളാഹിനെ അവർ ആരാധിക്കേണ്ട ആ അള്ളാഹങ്ങൾ എടുത്തു, ബാക്കി എല്ലാത്തിനെ നിങ്ങൾ ഒഴിവാക്കിയതിനാൽ നിങ്ങൾ ഗുഹയിൽ അഭയം പ്രാപിച്ചു കൊള്ളുക. നിങ്ങൾക്ക് വിശാലമാക്കി തരും. ആര്? അല്ലാഹു. കാരണം എന്താ? നിങ്ങൾ ശിർക്ക് ഒഴിവാക്കി, ശിർക്കൻ പൂജകൾ ഒഴിവാക്കി, ശിർക്കൻ സാഹചര്യത്തെ ഒഴിവാക്കി. അതിനാൽ നിങ്ങൾ ഗുഹയിൽ അഭയം പ്രാപിച്ചോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വിശാലമാക്കി തരും. നിങ്ങൾക്ക് അവൻ വിശാലമാക്കി തരും. ലക്കും നിങ്ങൾക്ക്, റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്, മിർ റഹ്മതിഹി അവന്റെ കാരുണ്യത്തിൽ നിന്ന്. വയഹയ്യി ലക്കും ഹയ്യ യുഹയ്യിഉ ദ ഹയ്യ യുഹയ്യിഉ ഒരുപാട് ഒന്നാണ് പാകപ്പെടുത്തി തരാ, തയ്യാറാക്കി തരും, ഒരുക്കി തരാ. വയഹയ്യി ലക്കും നിങ്ങൾക്ക് ഒരുക്കി തരും, നിങ്ങൾക്ക് തയ്യാറാക്കി തരും, നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരും. മിൻ അംരിക്കും നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങളിപ്പോ ഇതൊക്കെ ഒഴിവാക്കിയല്ലേ പോകുന്നത്? കൊട്ടാരം ഒഴിവാക്കി, അവിടുത്തെ ഭക്ഷണം ഒഴിവാക്കി, അവിടുത്തെ സുഖങ്ങൾ ഒഴിവാക്കി, അവിടുത്തെ സംവിധാനങ്ങൾ ഒഴിവാക്കി, അവിടുത്തെ എല്ലാം നിങ്ങൾ ഒഴിവാക്കിയില്ല. അപ്പൊ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് സൗകര്യം അല്ലാഹ് ഒരുക്കി തരും. ഇതൊരു പരസ്പരം പറഞ്ഞ വാക്കാണ്, പക്ഷെ ഒരുപാട് ചിന്തിക്കേണ്ട വാക്കാണ്. ഇവിടെ ഒരുപാട് ചിന്തിക്കേണ്ട വാക്കാണ്. നാടും വീടും എല്ലാം ഒഴിവാക്കി പോലെ അവരുടെ രാജാക്കന്മാരുടെ മക്കളായിരുന്നവരെന്ന് പറയുന്നുണ്ട്, മന്ത്രിമാരുടെ മക്കളായിരുന്നവരെന്ന് പറയുന്നുണ്ട്, ഉന്നതന്മാരായിരുന്നവര്, എല്ലാ സൗകര്യത്തിലുമായിരുന്നവര്. എന്നിട്ട് അവർ നാട് വിട്ടു. എന്തിന്? അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന് പറയാൻ അല്ലേ? അവരെന്ത് നാട്ടിൽ പോവായിരുന്നു? നാട്ടുകാരവരെ പഴയ മില്ലത്തിലേക്ക് വിടും, ഇല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലും. അപ്പൊ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് അവര് പോയി അല്ലേ? എന്തിനാ പോയത്? അള്ളാഹന്റെ മാർഗത്തിലല്ലേ പോയത്, അള്ളാഹനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലേ പോയത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു വിശ്വാസിക്ക് ഒരിക്കലും അള്ളാഹനെ കുറിച്ചൊരു മതിപ്പില്ലാതെ പോകാൻ പാടില്ല. ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകേണ്ട സാധനമാണ് എന്ത്? പ്രതീക്ഷ, അള്ളാഹിലുള്ള പ്രതീക്ഷ. എനിക്ക് അള്ളാഹു ഉണ്ട് എന്ന പ്രതീക്ഷ നമുക്ക് ഉണ്ടാകണം. മനസ്സിലായില്ലേ? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുകയാണ്. സുബൈർ ഇബ്നു അവ്വാം മരിക്കാൻ കിടക്കുകയാണ്. സുബൈർ ഇബ്നു അവ്വാം മരിക്കാൻ കിടക്കുമ്പോൾ മകൻ അബ്ദുള്ളയെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ നീ എന്റെ കടം ഏറ്റെടുക്കണം. പറയാൻ മുമ്പില് മകനെ, മരിക്കുമ്പോൾ എനിക്ക് ഒറ്റ പേടിയുള്ളൂ, എന്റെ കടം അത് നീ ഏറ്റെടുക്കണം. അത് നിനക്ക് വീട്ടാൻ കഴിയുന്നില്ലെങ്കിൽ നീ എന്റെ മൗലയോട് ചോദിക്കണം. ആരാണ് മൗല എന്ന് ചോദിച്ചപ്പോ അല്ലാഹു ആണെന്ന് പറഞ്ഞു. മരിച്ചു. പ്രയാസപ്പെടുമ്പോഴൊക്കെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ പ്രാർത്ഥിച്ചു, യാ മൗല സുബൈർ ഇഖ്ദി അൻഹു ദൈനഹു. സുബൈറിന്റെ മൗലയായ അല്ലാഹ്, സുബൈറിന്റെ കടം വീട്ടാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ. പ്രാർത്ഥിക്കുമ്പോൾ കടങ്ങനെ വിളിക്കും.
കടം വീട്ടി അവസാനം ഗനീമത്ത് സ്വത്ത് വീതിച്ചപ്പോ അനന്തര സ്വത്ത് വീതിച്ചപ്പോ 4 ഭാര്യമാരിൽ ഒരു ഭാര്യക്ക് 2 ലക്ഷം രൂപ. 4 ഭാര്യമാരിൽ ഒരു ഭാര്യക്ക് തന്നെ 2 ലക്ഷം രൂപ. മനസ്സിലായില്ലേ? 8-1 4-1 2 ലക്ഷം ടോട്ടൽ എമൗണ്ടിന്റെ. അപ്പൊ എത്ര ബാക്കി ഉണ്ടായി? ഒരുപാട് ബാക്കി ഉണ്ടായി അല്ലേ? അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധിയിലും ആരാ അല്ലാഹു ഉണ്ട്. കാരണം റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് ആകാശ ഭൂമികളുടെ റബ്ബാണ്. ഇതല്ലേ പറഞ്ഞ് നമ്മളെന്താ പറയുന്നത്? അതിനല്ലേ നമ്മൾ പറയുന്നത് അല്ലേ? നമ്മളതിനല്ലേ പറയുന്നത്? അതേ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? അല്ലാഹുവിനെ കുറിച്ച് പ്രതീക്ഷ വേണം. വിശ്വാസി പ്രതീക്ഷയുള്ളവരാണ്. അതാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഇദ്ഹബൂ, നിങ്ങൾ പോയിക്കോളി, വതഹസ്സസൂ, നിങ്ങൾ പരതി നോക്കൂ, യൂസുഫ വ അഖീ, യൂസുഫിനെയും അവന്റെ സഹോദരനെ നിങ്ങൾ പോയി നോക്കി. ഇതെപ്പോഴാ പറയുന്നത് അറിയോ? ബിന്യാമീനെ പിടിച്ചില്ലേ ആ സമയത്ത് പറയുന്നത്. എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് 4 കൊല്ലം പോയി തെരഞ്ഞു നോക്കി. പ്രതീക്ഷ. അങ്ങനെ നിങ്ങൾ തെരഞ്ഞു പോകുമ്പോ ലാ തൈയസൂ മിർ റൂഹില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ആശ്വാസത്തിൽ നിരാശപ്പെടരുത്. ഇന്നമാ യയസൂ മിർ റൂഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അല്ലാഹുവിന്റെ ആശ്വാസത്തിൽ നിരാശപ്പെടുന്നത് കാഫിറുകൾ മാത്രമാണ്. അല്ലാഹുവിൽ പ്രതീക്ഷയില്ലാത്തവർ കാഫിറുകൾ മാത്രമാണ്. അല്ലാഹുവിനെ കൊണ്ട് നിരാശ വെച്ച് പുലർത്തുന്നത് കാഫിറുകൾ മാത്രമാണ്. മനസ്സിലായോ? കാഫിറുകൾ എന്താണെന്ന് കുറിച്ച് പറയുന്നത്, യദുല്ലാഹി മഗ്ലൂല, അല്ലാഹുവിന്റെ കൈകൾ രണ്ടും കൂട്ടി പിടിച്ചിട്ടാണ്. മനസ്സിലായില്ലേ? അല്ലാഹു കാരുണ്യം ചൊരിയില്ല. റഹ്മാനും റഹീമുമായ അല്ലാഹുവിനെ ഞങ്ങൾക്ക് അറിയില്ല എന്ന് അവർ പറഞ്ഞു അല്ലേ? എപ്പോ ഹുദൈബിയ സന്ധിയിൽ എഴുതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ പറഞ്ഞപ്പോ ബിസ്മില്ലാഹ് റഹ്മാനും റഹീമുമായ അല്ലാഹുവിനെ ഞങ്ങൾക്ക് അറിയില്ല. അവർക്ക് അല്ലാഹുവിൽ പ്രതീക്ഷ കുറവായിരുന്നു. അവർക്ക് ആരിലായിരുന്നു പ്രതീക്ഷ? വിഗ്രഹങ്ങളിലായിരുന്നു. ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. അപ്പോഴാണ് ഉമറിനോട് അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയാൻ പറഞ്ഞത്, അല്ലാഹു മൗലാനാ ലാ മൗലാ ലക്കും, ഞങ്ങൾക്ക് അല്ലാഹു ഉണ്ട് മൗലയായിട്ട്. അല്ലാഹുവിനെ പോലെ ഒരു മൗലയായി സംരക്ഷകനായി നിങ്ങൾക്കൊരു മൗലയില്ല. അപ്പൊ അവർക്ക് അല്ലാഹുവിനെ ഒരു മൗലയായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അവരെ ധൈര്യം ആരാ? വിഗ്രഹങ്ങളായിരുന്നു. മനസ്സിലായോ? അബ്രഹത്ത് കഅബാലയം പൊളിക്കാൻ വേണ്ടി പോകുമ്പോ അവര് പലയിടത്തും കൂടി തിരിച്ചുവിട്ടി അബ്രഹത്തിന്റെ ടീമിൽ. കാരണം എന്താ അറിയോ? അവരുടെ വിഗ്രഹങ്ങളുടെ ദേവാലയങ്ങൾ തകർക്കുമോ എന്ന് പഠിച്ചിട്ട് ഇതിനെ പോയിക്കോളൂ, ഇതിനെയാണ് അങ്ങോട്ടല്ലോ വഴി, ഇതിനെ പോയ ചിലപ്പോ അവരെ ദേവാലയങ്ങൾ പൊളിക്കുമോ എന്ന് പഠിച്ചിട്ട്. അത്രയും ഭവ്യതയായിരുന്നു അവർക്കത്. അതിനെന്താണ് പ്രതീക്ഷ മുഴുവൻ? എന്നാ വിശ്വാസിന്റെ പ്രതീക്ഷ അല്ലാഹുവിലാണ്. ബദർ എന്താ? പ്രതീക്ഷ അല്ലേ? 3 ഇരട്ടി വരുന്ന സൈന്യം, എല്ലാ നിലക്കും ആയുധ സജ്ജം, എല്ലാ സൗകര്യവും അവർക്ക്. പക്ഷേ അല്ലാഹു സൗർഗുഹി പ്രതീക്ഷയാണ്, തവക്കുലാണ് അല്ലേ? നബി അവിടെ കാലിന്റെ ചോട്ടിക്ക് നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെടും. റസൂൽ പറഞ്ഞു, അല്ലാഹു മൂന്നാമനായുള്ള 2 പേരെ കുറിച്ച് അബൂബക്കർ താങ്കൾ എന്താണ് വിചാരിച്ചത്? താങ്കൾ ഭയപ്പെടേണ്ടതില്ല, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. എന്തെല്ലാം കൈവിട്ട് പോയാലും എന്തെല്ലാം സംഭവിച്ചാലും അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ആ ധൈര്യം കിട്ടണേ എന്ത് വേണം? സ്ട്രൈറ്റ് വേ പോകണം, നേരെ പോണം. നേരെ പോകാത്തവർക്ക് ചെയ്യാൻ കഴിയില്ല. നേരെ പോണം. അല്ലാഹു ഇഷ്ടപ്പെട്ടത് മാത്രം കണ്ടും ആസ്വദിച്ചും ആഗ്രഹിച്ചും അനുഭവിച്ചും സമ്പാദിച്ചു പോണം. അപ്പോഴേ പ്രതീക്ഷ മുമ്പിൽ ചെങ്കടൽ, പിന്നെ ഫിർഔനും കൂട്ടരും അല്ലേ? قال أصحاب موسى إنا لمدركون, നമ്മൾ ഇപ്പോ പിടിക്കപ്പെടും മൂസ, ഇപ്പോ പിടിക്കപ്പെടും. മുന്നിൽ ചെങ്കടലാണ്, പിന്നിൽ ആയുധ സജ്ജരായ ഫിർഔനും കൂട്ടരാണ്. എന്താ മൂസ നബി പറഞ്ഞത്? എല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, നിങ്ങൾ പേടിക്കണ്ട, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്,
ജിബ്രീൽ ചോദിക്കുക, എന്തെങ്കിലും സഹായം വേണോ? എന്തെങ്കിലും സഹായം വേണോ? എന്ത് പറഞ്ഞു? ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ. എനിക്ക് എന്റെ അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അവനേക്കാൾ ഏറ്റവും ഉത്തമനായ മറ്റാരും തന്നെ ഇല്ല. അപ്പൊ ICUന്റെ മുമ്പിലാണെങ്കിലും CCUന്റെ മുമ്പിലാണെങ്കിലും പിന്നെ നമ്മുടെ ലേബർ റൂമിന്റെ മുമ്പിലാണെങ്കിലും ഏത് പ്രയാസത്തിന്റെ മുമ്പിലാണെങ്കിലും നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? എന്തൊക്കെ ഉണ്ടായാലും അള്ളാഹിനെ കുറിച്ചുള്ള മരണം വരെ അങ്ങനെയല്ലാതെ മരിക്കരുത് റസൂൽ പറഞ്ഞു. അള്ളാഹിനെ കുറിച്ച് സദ്വിചാരം വെച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. കാരണം ഈ മരിക്കണ സമയത്ത് ശൈത്താൻ നല്ല വസ്വാസാക്കും. മരിക്കണ നേരത്തെ ശൈത്താൻ നല്ല വസ്വാസാക്കും. അതും ഇതൊക്കെ പലതും ചിന്തിച്ചിട്ട് ആകെ നമ്മുടെ മനസ്സിനെ ആകെ മാറ്റും. ഭയങ്കര നിരാശയിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അള്ളാഹിനെ കുറിച്ച് വരെ വേണ്ടാത്ത ചിന്തിച്ചിട്ടും മരിക്കുന്ന ആൾക്കാരെ കൂടുതൽ ആളുകൾ. റസൂൽ പ്രത്യേകം അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം വെച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. കാരണം എന്താ? നമ്മൾ അള്ളാഹിനെ കുറിച്ച് എന്താണോ വിചാരിക്കണം അങ്ങനെയാണല്ലോ നമ്മളോട് പ്രതികരിക്കുക. അത് മനസ്സിലായാലും നമുക്ക് അള്ളാന്റെ രോഗം മാറ്റും, അള്ളാന്റെ പ്രയാസം നീക്കും, അള്ളാന്റെ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്, അള്ളാഹ് അറിയുന്നുണ്ട്, അവൻ എന്തെങ്കിലും പരിഹാരം കാണും. അങ്ങനെ പ്രതീക്ഷ വെക്കുന്നവർക്ക് അള്ളാഹ് അങ്ങനെ പ്രതീക്ഷയുടെ കേന്ദ്രമാവുള്ളൂ. എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതുപോലെയാണ് ഞാൻ അവനോട് പെരുമാറുക. അപ്പൊ നമ്മൾ അള്ളാഹിനെ കുറിച്ച് നല്ലത് വിചാരിച്ചാൽ നല്ലത്, ചീത്ത വിചാരിച്ചാൽ മനസ്സിലായി. പഠിച്ചൊരു പ്രാർത്ഥിക്കണം, അതൊന്നും കാര്യമില്ല കുട്ടി. എന്തൊക്കെ കാണും? ആരാ പറയുന്നത്? ആരാ സുഹൃത്തുക്കളെ? പ്രാർത്ഥനയേക്കാൾ വലിയ വേറെ എന്ത് ഉണ്ടാവുക? കോടികൾ കയ്യിലുണ്ടായിട്ട് കാര്യമുണ്ടോ? നമ്മുടെ കയ്യിൽ ഏറ്റവും സൂപ്പർ പവറുള്ള സാധനം പ്രാർത്ഥനയാണ്. നമ്മുടെ കയ്യിൽ ഒരു ചുക്കും വേണ്ട, പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയേക്കാൾ വലിയ പവർഫുൾ ആയ ഒരു സാധനം കയ്യിലില്ല. കാരണം രോഗം തരുന്നാരാ? അല്ലാഹ്. രോഗം ശിഫയാക്കണാരാ? അല്ലാഹ്. പ്രയാസങ്ങൾ തരുന്നാരാ? പ്രയാസങ്ങൾ നീക്കി തരുന്നാരാ? മാത്രമല്ല, പ്രയാസം ഉണ്ടാവുമ്പോ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു അധികം ആൾക്കാർക്ക് അറിയാത്തൊരു സാധനം. എന്താ പറയുക? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒന്നാമത്തെ സമയത്ത് അറിയാല് ബാങ്ക് വിൽക്കാത്തെടുക്കുന്ന സമയമല്ല, സുബഹിന്റെ തൊട്ട് മുമ്പുള്ള സമയമല്ല. ഒന്നാമത്തെ സമയം പ്രയാസം നേരിടുമ്പോൾ നമ്മളെ അള്ളാഹ് നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണത്. എന്ത്? പ്രയാസപ്പെടുമ്പോ പ്രാർത്ഥിച്ചോ, ഞാൻ ഉത്തരം തരാണ്. ഉത്തരം കിട്ടുന്ന സമയമാണത്. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് പ്രയാസപ്പെടുക എന്നുള്ളത്. മനസ്സിലായോ? പ്രയാസം ഉണ്ടോ? അതാണ് ചോദിച്ചാൽ മതി. മനസ്സിലായോ? അപ്പൊ ഇവര് ഇനിയിപ്പോ എന്താകുന്നൊരു ഐഡിയ ഇല്ലല്ലോ. കാരണം നാട്ടിൽ നിന്ന് പോകുന്നും ചെയ്ത് ഊരിട്ടായും ചെയ്ത് ഇനിയിപ്പോ ആ ഗുഹയില് അഭയം പ്രാപിച്ച് നേരെ വെളുക്കുമ്പോത്തിന് മറ്റുള്ളവരെ കുടിച്ചു കൊണ്ടുപോകോ ഇതൊന്നും അറിയില്ലല്ലോ. ഒരുപാട് ആശങ്കകളല്ലേ. പക്ഷെ അവരെ ഉള്ളിൽ മനസ്സിങ്ങനെ ശാന്തമായത് ഇവര് ഏഴാടുംപാടെ കൂടിയാണ്ടേ നമ്മള് പെട്ടടാ ഇനിയിപ്പോ എന്താ കാട്ടുക ഇങ്ങനെ ചർച്ച ചെയ്തോ? നമ്മളെങ്ങനെയാണ് ചർച്ച ചെയ്യാ? നമ്മള് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും പാടെ കൂടി കുടുംബക്കാരൊക്കെ കൂടിയാണ് അങ്ങോട്ട് കൊണ്ടുവന്നാ നേരം വിട്ടപ്പോ എന്താവും അല്ലെ? അന്ത്യായപ്പോ എന്താവും? ഇങ്ങനെ കൂടുതൽ എല്ലാവരും പാടെ വന്നാണ് ഇങ്ങനെ ബേജാറൊക്കെ അല്ലേ. ഇവരെന്താ പറയുന്നത്? ഒരു കൂളായിട്ട് ഗുഹയിൽ നിങ്ങൾ അഭയം പ്രാപിച്ചോളി, അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് വിശാലമാക്കി തരുമായിരിക്കും എന്നാണോ? തരും. There is no doubt. തരും. അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് വിശാലമാക്കി തരും. നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു ഇതിനേക്കാൾ ഏറ്റവും ഉചിതമായ ഒന്ന് നിങ്ങൾക്ക് തയ്യാറാക്കി തരും. ഈ നല്ല ഇനി അടുത്തുള്ള ആയത്തുണ്ടല്ലോ, അടുത്ത താഴോട്ടുള്ള ആയത്തുകൾ അവര് ഇത് ഈ പ്രതീക്ഷ വെച്ചിട്ട് അവരെ പറഞ്ഞല്ലോ. ആ പ്രതീക്ഷക്കൊത്ത് അള്ളങ്ങനെ ചെയ്യാണ്. അതാണ് അടുത്ത ആയത്തുകൾ. അള്ള ശരിയാക്കി തരും എന്ന് പറയുമ്പോൾ ശരിയാക്കി കൊടുക്കണേ. കാരുണ്യം വിശാലമാക്കി തരുമ്പോൾ കാരുണ്യം വിശാലമാക്കി. നമ്മളിപ്പോ എന്താ വിചാരിക്കണേ? നേരം വെളുക്കുന്നു, അവര് പിന്നെ യാത്ര ഒരു പകരൊക്കെ കണക്കൂട്ടി അല്ലെ? രാത്രിയോട് ശാന്തമായിട്ട് ഉറങ്ങുന്നു, നേരം വെളുപ്പ് ശത്രുക്കൾ മറ്റുള്ളവർ കാണുന്നതിന് മുമ്പ് ഇവിടുന്ന് മുങ്ങുന്നു. പക്ഷെ അള്ളാഹ്
വ്യത്യസ്തമായി നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത സ്റ്റെപ്പാണ് അല്ലേ? അപ്പൊ നമ്മള് ജീവിതത്തിൽ ഒരു കടമാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാകട്ടെ, എന്തെങ്കിലും ഒരു വിഷമമാകട്ടെ, എന്തെങ്കിലും ആരുടെയും മരണമാകട്ടെ, എന്തെങ്കിലും രോഗമാകട്ടെ, നമ്മൾ വിചാരിക്കുന്നത് എന്താ? നമ്മൾ വിചാരിക്കുന്നത് ഇവിടത്തേക്കാൾ നല്ലൊരു ട്രീറ്റ്മെന്റ് അപ്പുറത്ത് മറ്റൊരു സ്റ്റേറ്റിലുണ്ട്, അത്ര നമുക്ക് അങ്ങോട്ട് പോവാം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കണേ. പക്ഷെ അള്ളാഹ് ചിലപ്പോൾ അടുത്ത ടെസ്റ്റിലാക്കി രോഗം തന്നെ അല്ലാതെ മനസ്സിലായോ? അപ്പൊ നമ്മൾ അവിടെ പോണം, മധുരയിൽ പോണം, അങ്ങോട്ട് കുട്ടപ്പുറത്തി പോണം, അല്ലെങ്കിൽ അപ്പുറത്ത് അമേരിക്കയിൽ പോണം, ഇതൊക്കെ നമ്മൾ കണക്കൂട്ടിയപ്പോ അന്നത്തെ കണക്കൂട്ടി, അന്ന് വേറെ വയ്ക്കാൻ കണക്കൂട്ടി. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല അള്ളാഹ് ഇടപെടുക. അള്ളാഹ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹ് എല്ലാറ്റിനും കഴിവുള്ളവനാണ്. വല്ലാഹു ഖാദിർ അലാ കുല്ലി ഷൈഇൻ എന്ന് പറയട്ടെ. മനസ്സിലായോ? ലാസ്റ്റ് പറയേണ്ട സ്ഥാനത്ത് മുന്നിൽ എടുത്തിട്ടെന്തിനാണെങ്കിൽ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതിനറിയോ ആ ശൈലി പ്രയോഗിച്ചത്? അള്ളാഹ് എന്തിനും ഏതിനും കഴിവുള്ളവനാണെന്ന് അർത്ഥം കിട്ടാനാണ്. മനസ്സിലായോ? ഈ അകലബ് പറഞ്ഞു നമ്മള് അതേപോലെ മുന്നിൽ കിട്ടത് എന്തിനും കഴിവുള്ളവരാണെന്ന് അർത്ഥം കിട്ടാനാണ്. അപ്പൊ ഇവര് അസ്ഹാബുൽ കഹ്ഫ് അള്ളാഹുവിൽ നല്ല വിചാരം വെച്ച് പുലർത്തും. അപ്പൊ നമ്മളും അള്ളാഹുവിൽ സദ്വിചാരം വെച്ച് പുലർത്തണം. എന്റെ കഴിവോ എന്റെ മിടുക്കോ എന്റെ യോഗ്യതയോ എന്റെ തറവാടിത്തമോ അല്ല, എനിക്ക് എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബ് എന്നെ സഹായിക്കും. ഞാൻ പരീക്ഷയ്ക്ക് ഇറങ്ങുമ്പോൾ എന്റെ റബ്ബ് എന്നെ സഹായിക്കും. കാരണം എന്റെ ഇന്റൻഷൻ, എന്റെ ഉദ്ദേശം നല്ലതാണ്. ഞാൻ സ്വപ്നത്തിൽ കാണുന്നെങ്കിൽ അതിനെനിക്ക് നല്ല കുറെ ഉദ്ദേശങ്ങളുണ്ട്. ഞാനൊരു കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെനിക്ക് നല്ല ഉദ്ദേശങ്ങളുണ്ട്. ഞാനൊരു കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കതിൽ നല്ല കുറെ ഉദ്ദേശങ്ങളുണ്ട്. നമ്മുടെ ഷറഫിന് വേണ്ടി, നമ്മുടെ പദവി ഉയരാൻ വേണ്ടി, നമ്മുടെ നാട്ടിൽ അറിയപ്പെടാൻ വേണ്ടി. ഇപ്പൊ എല്ലാവരും നാട്ടിൽ തുപ്പാണ്, കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വേണം നാട്ടിൽ വരാൻ. ഇതൊക്കെയാണ് ഉദ്ദേശിക്കണമെങ്കിൽ അതേ കിട്ടുള്ളൂ. അല്ല കുറച്ച് പണമൊക്കെ ഉണ്ടാക്കി കുടുംബത്തിനെ പോറ്റി, അതോടൊപ്പം അള്ളാഹിന്റെ മാർഗത്തിൽ കുറച്ചൊക്കെ സമ്പാദ്യം ചിലവാക്കി, കുറച്ചൊക്കെ കബറിലേക്കും കിട്ടുന്ന പുണ്യങ്ങൾ ബാക്കിയാക്കി, അങ്ങനെ ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടി വരുമാനം വേണം, എന്റെ സമ്പത്തിൽ കുറച്ച് ബർക്കത്ത് വേണം, അങ്ങനെ നല്ലൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങുമ്പോ അള്ളാഹിന്റെ സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. മനസ്സിലായോ? ആ പ്രതീക്ഷയാണ് നമുക്ക് എപ്പോഴും തരുന്നത്. വീട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞത് ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവേ നിന്റെ ഖുവത്തില്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. അല്ലാഹ് നിന്റെ കഴിവില്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ടാണ് കെൻസു മിൻ കുനൂസിൽ ജന്ന, എന്താ സ്വർഗ്ഗത്തിലെ നിധിയിൽപ്പെട്ട നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുവത്തില്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അത് പറഞ്ഞിട്ടാണ് അറിഞ്ഞത് അല്ലേ? ആശങ്കകൾ ഇല്ലല്ലോ നമുക്ക്, ഉണ്ടോ? ഇല്ല. ദീർഘയാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ എന്താ? അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ. മനസ്സിലായോ? അല്ലാഹുവേ ഈ യാത്രയിൽ എന്റെ കൂട്ട് നീയാണ്, എന്റെ എല്ലാത്തിനും ശരിയാക്കുന്നത്. എന്റെ കസ്റ്റംസിലും എന്റെ മറ്റു കാര്യങ്ങളുടെ യാത്രയും എന്റെ അവിടുത്തെ ലാൻഡിങ്ങും അവിടുത്തെ ടേക്ക് ഓഫും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ ശരിയാക്കും. അതാണ് അൻത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ. ഞാൻ പോന്ന് എന്റെ കുടുംബത്തിൽ പെൺകുട്ടികൾ മാത്രമാണ്, എന്റെ ഭാര്യ മാത്രമാണ്, വയസ്സായ ഉമ്മണ്ട്, വയസ്സായ വാപ്പുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, പ്രശ്നമാണ്, പ്രയാസാണ്. ഇതൊക്കെ ആലോചിച്ച് നമ്മളിങ്ങനെ മെരിയണോ? വേണോ? വേണ്ട. അള്ളാഹുവിനെ ഏൽപ്പിക്കാനാണ്. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, എന്റെ അസാന്നിധ്യത്തിൽ എന്റെ വീടിന്റെ മൊത്തം കാര്യങ്ങളും അള്ളാഹ് നിന്നെ ഏൽപ്പിക്കാണ്. ബദരീങ്ങളെ പേര് ചേർത്ത് നോക്കിയിടുന്നല്ല, മനസ്സിലായില്ലേ? ആചാര്യ വീട് പൊട്ടിപ്പോയാണ്, കള്ളം കയറി, കള്ളം വന്ന് മുറ്റത്തെത്തിയപ്പോൾ അകത്തുനിന്ന് വാളുകൾ ഇങ്ങനെ കൂട്ടി വരച്ചുന്ന ശബ്ദം. പറഞ്ഞെന്നെ പറയുമ്പോ കേൾക്കാത്ത വേണ്ടി ആളുകൾ തമ്മിൽ കൂട്ടി വരച്ചുന്ന ശബ്ദം. പേടിച്ചു പോയി. പിറ്റേന്ന് ആചാര്യ വന്നപ്പോ ചോദിച്ചാൽ നിങ്ങൾ ആരെ ഇവിടെ കാവലാക്കി? ഇതിനുള്ളിൽ ഭയങ്കര യുദ്ധേനിയാണ്. അപ്പൊ ആചാര്യ ചിരിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ ആരെ കാവലാക്കിയാണ്? ബദരീങ്ങളെ പേരവിടെ തൂക്കിയിട്ടുണ്ട്. എന്തിനാണ് ഈ കഥ? ഈ കഥ എന്തിനാ? ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കൂലേ? എനിക്കിപ്പോ ക്ലാസ്സിൽ എല്ലാം ഇങ്ങനെ വന്നിട്ട് ഈ കെട്ടടച്ചു.
പിന്നെ നമ്മുടെ അടുത്തിരുത്ത് ഇങ്ങനെ കാലിങ്ങനെ കൂട്ടി വെച്ചില്ല. നമ്മളറിയാതെ മുമ്പിൽ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ കാലിങ്ങനെ ഇട്ടിട്ട് ആ കെട്ടിട്ട് കൊടുത്തു. എന്താ വെച്ചാല് ഇങ്ങനെ കെട്ടിയാല് അത് പറഞ്ഞോ അതാണ് എൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പൊ നമ്മളിങ്ങനെ അടടി സ്ലീപ്പിംഗ് മോഡിലേക്ക് പോകുമ്പോൾ ഞാൻ കയ്യൊന്ന് വെച്ചുകൊടുക്കരുത്. അതാണ് ഞാൻ രീതിക്കാത്തത്. മനസ്സിലായോ? അപ്പോ എന്താ പറഞ്ഞേ? അജര. അപ്പൊ ബദരീങ്ങള് പേര് തൂക്കിക്കൊണ്ടാണ് വിശ്വാസികൾ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേ? എല്ലാ രംഗത്തും ഇങ്ങനെയല്ലേ? അന്നേരം വണ്ടി കയറുമ്പോഴും എല്ലാ സമയത്തും അള്ളാഹു പ്രതീക്ഷ വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. കാലത്തിലെ പ്രാർത്ഥന പറഞ്ഞു, പ്രയാസപ്പെടുന്ന സമയത്തുള്ള പ്രാർത്ഥന പറഞ്ഞു. എന്താണ്? യാ ഹയ്യ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐനി. അല്ലാഹുവേ, നിന്നെ ഏൽപ്പിക്കാനല്ല. ഹയ്യും ഖയ്യൂമുമായവനെ. ഈ ഹയ്യിനും ഖയ്യൂമിനും ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? അള്ളാന്റെ എല്ലാ നാമങ്ങളും നിലനിൽക്കുന്ന ഈ രണ്ട് പേര് വരാം. ഹയ്യ എന്നും ജീവിച്ചിരിക്കണോ. ഖയ്യൂം എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽക്കുന്നവൻ, മറ്റുള്ളവർക്ക് നിലനിൽപ്പ് കൊടുക്കണം. അപ്പൊ അള്ളാഹ്ക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ എക്കാലത്തും നിലനിന്നു പോണാണ്. മനസ്സിലായില്ലേ? അതിന് മരണമില്ല, അന്ത്യമില്ല, ഒടുക്കമില്ല, നാശമില്ല, കുറവില്ല, പോരമില്ല, ഒന്നുമില്ല. ആ രണ്ട് പേര് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന അസുഖമാണ് ഇസ്മുല്ലാഹിൽ അഅ്ദം. അതേതാ? ഹയ്യും ഖയ്യൂം. അപ്പൊ യാ ഹയ്യ ഖയ്യൂം, ഹയ്യും ഖയ്യൂമായവനെ, അസ്തഗീസു, ഞാൻ നിന്നോട് സഹായം തേടുന്നു. ആരോട് ഇസ്തിഗാസ? അല്ലാഹുവോട്. അസ്തഗീസു, ഞാൻ നിന്നോട് സഹായം തേടുന്നു. അസ്ലിഹ് ലി ശഅനി കുല്ലഹു, എന്റെ കാര്യമെല്ലാം നീ നന്നാക്കിക്കൊണ്ട. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐനി, ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലെ എന്റെ കാര്യം ചിന്ത ഏൽപ്പിക്കല്ലേ. എന്റെ പഠനം, എന്റെ ജോലി, എന്റെ കുടുംബം, എന്റെ വീട്, എന്റെ ആരോഗ്യം, അല്ലെ, എന്റെ പ്രൊട്ടക്ഷൻ ഒന്ന് ചിന്ത ഏൽപ്പിക്കല്ലേ. അതൊക്കെ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഭൂമിയിൽ നമ്മൾക്ക് അല്ലെ, നമ്മുടെ സെക്യൂരിറ്റി ഒക്കെ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ബേജാർ തന്നെയല്ലേ. ഒക്കെ അള്ളാഹിനെ ഏൽപ്പിക്കണം. മനസ്സിലായി? അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ സദ്വിചാരമാണ് വെച്ചു പുലർത്തേണ്ടത്. ആ സദ്വിചാരമാണ് അസ്ഹാബുൽ കഹ്ഫ് വെച്ചു പുലർത്തിയത്. ഓക്കെ, അടുത്തായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നമുക്ക് പോകാട്ടോ. അപ്പൊ അവര് നല്ല വിചാരം വെച്ചു പുലർത്തി. അള്ളൊരു വഴി കാണിക്കുന്നു പറഞ്ഞു. അതിനാൽ ബത്തറശംസ, സൂര്യനെ നിനക്ക് കാണാം. ഇദാ ത്വലഅത്, അത് ഉദിക്കുകയാണെങ്കിൽ, തസാവറു അൻ കഹ്ഫിഹിം, തസാവറു എന്ന തെറ്റ ചായ്ഞ്ഞു പോവാ. അൻ കഹ്ഫിഹിം, ഗുഹയെ തൊട്ട്, അവയുടെ ഗുഹ വിട്ട് അത് തെറ്റും, ചാഞ്ഞു പോകും. ദാത്തൽ യമീനി, വലഭാഗത്തേക്ക്. സൂര്യൻ ഉദിക്കുമ്പോഴേ സൂര്യൻ ഗുഹന്റെ മുഖത്തുനിന്ന് വലത്തേ ഭാഗത്ത് പോകും, മുഖത്തേക്ക് വരില്ല. ഉള്ളിലേക്ക് ഇങ്ങനെ ലൈറ്റ് അടിച്ച പുറത്തുനിന്ന് ആൾക്കാരെ കാണില്ലേ? ഇവര് ഉറങ്ങല്ലേ ഇതിനകത്ത്. അപ്പൊ ഇതിലേക്ക് നല്ല വെയിലടിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ കഴിയും. ഇപ്പൊ രണ്ട് കാര്യങ്ങളുണ്ടല്ലേ. ഒന്ന് അവർക്ക് ഡിസ്റ്റർബൻസ് ആണ്, മറ്റൊന്ന് മറ്റുള്ളവർ പെട്ടെന്ന് കാണാൻ സാധ്യത. ലൈറ്റ് അടിക്കുന്ന ഏരിയ ഒരു ഇരുണ്ട ഏരിയ പെട്ടെന്ന് കാണുമല്ലോ, അല്ലെ? അപ്പൊ സൂര്യൻ ഉദിച്ചാൽ എന്ത് ചെയ്യും? വലത്തേ ഭാഗത്തേക്ക് ചാഞ്ഞു പോകും. ഇതാ വറബത്ത്, സൂര്യൻ അസ്തമിക്കുകയായാൽ, തഖ്രിദുഹും, അത് മുറിച്ചു കടക്കും. എന്തിനെ? ഗുഹനെ. ഷിമാലി, ഇടതു ഭാഗത്തേക്ക്. അപ്പൊ സൂര്യൻ ഉദിച്ചാൽ വലത്ത് ഭാഗത്തും, സൂര്യൻ അസ്തമിച്ചാൽ ഇടത്ത് ഭാഗത്തും. ഗുഹന്റെ മുമ്പൊക്കെ വരൂല. ഉദിച്ചാലും അസ്തമിച്ചാലും മുമ്പക്ക് വരാത്ത കോലത്തിൽ അള്ളാഹ് ഗുഹയെ പാകപ്പെടുത്തി. ഒരു കടക്കണ ഗുഹനെ പാകപ്പെടുത്തുക, പിന്നെ ഓനെ പാകപ്പെടുത്തുക, പിന്നെ ഓനെ സെക്യൂരിറ്റി ഉറപ്പിക്കാം. അടുത്ത ഈ പേജ് ഫുള്ള് അതാട്ടോ. പ്രതീക്ഷ, അള്ളാഹ് പ്രതീക്ഷ വെച്ച അതിന്റെ റിസൾട്ട് എന്താന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ. കാരണം പ്രതീക്ഷ വെച്ച ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? സൂര്യന്റെ ഉദയത്തെയും അസ്തമയത്തെയും ഈ രൂപത്തിൽ കൺട്രോൾ ചെയ്തു. പിന്നെയോ, പിന്നെ വഹും ഫീ ഫജ്വതിൻ മിൻഹു, അവരാകട്ടെ ആ ഗുഹയിൽ വിശാലമായ സ്ഥലത്താണ്. ഒരെത്ര ആളുണ്ട്? 7 ആള്, അല്ലെ? പിന്നെ ആരുണ്ട്? അവരുടെ ഡോഗും. അപ്പോ ഡോഗും അവരും
അല്ലെ? 7 പേരും 8-ാമൻ ലോകവും. 7 പേരെ കൊള്ളണ്ട ഒരു ഗുഹയിൽ. 7 പേർക്ക് കിടക്കാൻ അത്യാവശ്യം വിശാലമാണ്. പക്ഷെ ഗുഹ അത്യാവശ്യം ഇടുങ്ങിയതാണെങ്കിലും അള്ളാഹ് അതിനെ വിശാലപ്പെടുത്തി കൊടുത്തു. അവര് എഴുന്ന വരുന്നേ കൊട്ടാരത്തിൽ നിന്ന് വരുന്നേ. പക്ഷെ കൊട്ടാരത്തിൽ നിന്ന് വന്ന അവർക്ക് ഗുഹയിൽ കിടക്കുമ്പോൾ റിസ്ക് ഉണ്ടാവില്ലേ? പക്ഷെ അള്ളാഹ് ഗുഹ അവർക്ക് മതിയായതാക്കി, അവർക്ക് പാകമാക്കി, അവർക്ക് വിശാലമാക്കി. മനസ്സിലായി? അപ്പൊ അള്ളാഹ് നിങ്ങൾക്ക് കാരുണ്യം തരും. അതല്ല അവര് പറഞ്ഞത്, അള്ളാഹ് കാരുണ്യം ചെയ്തു കൊടുക്കാണ്. മനസ്സിലായി? ഉദയാസ്തമയത്തെ നിയന്ത്രിച്ചു. അതുപോലെ തന്നെ അവർക്ക് കിടക്കാൻ പാകത്തിന് ഗുഹയെ വിശാലമാക്കി കൊടുത്തു. വഹും ഫീ ഫജ്വതിൻ മിൻഹു, അവർ ഗുരുവില്ല. എന്ത് അടങ്ങാറായി ഇനി ഗുഹയിൽ ഇടുങ്ങി കിടന്ന് പൊട്ടിച്ചിട്ടായി അങ്ങനല്ല. അവർക്ക് മനസ്സിനും അള്ളാഹ് വിശാലത കൊടുത്തു, ആ ഗുഹയിലും അള്ളാഹ്ക്ക് വിശാലത കൊടുത്തു. ദാലിക മിൻ ആയാത്തില്ലാഹ്, തീർച്ചയായും ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഇത് ഈ സൂര്യന്റെതും വിശാലമാക്കി കൊടുത്തതും ഈ സംഭവം. മൻ യഹ്ദില്ലാഹു, ആരെങ്കിലും അല്ലാഹു നിർമാർഗ്ഗത്തിലാക്കിയാൽ ഫഹുവൽ മുഹ്തദി, അവൻ നിർമാർഗ്ഗം പ്രാപിച്ചവനാകുന്നു. വമൻ യുദ്ലിൽ, ആരെങ്കിലും അല്ലാഹു വഴിവെപ്പിച്ചാൽ ഫലൻ തജിദ ലഹു, അവന് കണ്ടെത്തുകയില്ല വലിയൻ, ഒരു ബന്ധുവിനെ, മുർഷിദ, നിർമാർഗ്ഗം കാണിക്കുന്ന. അപ്പൊ അല്ലാഹ് ആരെങ്കിലും സന്മാർഗ്ഗത്തിലാക്കിയാൽ അവൻ സന്മാർഗ്ഗത്തിലാണ്. അല്ലാഹ് വഴികേടിലാക്കിയാൽ അവനെ നന്നാക്കാൻ ഒരു ഉറ്റ മിത്രവും ഒരു ഗൈഡും വരും. മുർഷിദ് എന്താ? മുർഷിദ് വഴി കാണിച്ചു കൊടുക്കുന്നതാണ് മുർഷിദ്, അല്ലേ? അങ്ങനത്തെ ഒരു മുർഷിദിനെയും ഗൈഡിനെയും അവന് കിട്ടൂല. ആര് വഴികേടിലാക്കിയാൽ? അല്ലാഹ് വഴികേടിലാക്കി. അത് ചില ആൾക്കാരുടെ എന്തൊക്കെ ഉണ്ടായാലും ഒരു എന്തുണ്ടെങ്കിലും മരിച്ചു ജീവിച്ചാലും ശരി, ഒരു അപകടമൊക്കെ സംഭവിച്ച് മരിച്ചു ജീവിച്ചാലും ശരി, ഒരു കൂസലുണ്ടാകും. അപ്പൊ നമ്മൾ പേടിക്കണം. എന്താ പേടിക്കേണ്ടത്? നമ്മുടെ ഈമാനും നമ്മുടെ ദീനും കുറഞ്ഞു പോകുമ്പോ പഠിച്ചു നമുക്ക് തന്ന ഹിദായത്ത് പിൻവലിഞ്ഞു പോകുമ്പോൾ പേടിക്കണം. അത് വിശ്വാസത്തിനുള്ളിൽ എപ്പോഴും ഉണ്ടാണ് പേടിയാണ്. സ്വഹാബത്തിനുണ്ടായ പേടിയാണ്. ആ പേടി നമുക്കും വേണം. കാരണം അള്ളാഹ് ഹിദായത്താക്കിയ ഹിദായത്ത് ഉണ്ടാവും. അതല്ല അബൂതാലി മരിക്കാൻ നടക്കുമ്പോ എത്ര കരഞ്ഞു, അല്ലേ? ഒരുപാട് തവണ പറഞ്ഞു, പക്ഷെ പറഞ്ഞില്ല. മരിക്കുമ്പോ എന്താ പറഞ്ഞു? അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിൽ ഞാൻ മരിക്കാനാണ്. കരഞ്ഞപ്പോഴാണ് മലക്ക് ജിബ്രീൽ വന്നത്. എന്നിട്ട് ആയത്തോതി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. നബിയേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അല്ല ഹിദായത്ത്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരെന്ന് ആലോചിക്കും. ഈ പുറത്തും പരിസരത്തിൽ എത്രനാൾ മനുഷ്യന്മാരുണ്ടായിട്ട് അള്ളാഹ് നമുക്ക് തൗഹീദ് നൽകിയത്, നമുക്ക് ദീൻ നൽകിയത്. എന്നിട്ട് നമ്മൾ ചോദിക്കുക എന്ത്? എന്നിട്ട് നമ്മൾ ചോദിക്കുക പലിശ, അത്യാവശ്യം കിട്ടുന്ന പലിശ ഒന്ന് വാങ്ങിക്കൂടെ? പുതിയ നമ്മളെ ചെറിയ കുട്ടികളൊക്കെ ചോദിക്കൂടെ, നമുക്ക് സിനിമ ഒന്ന് കണ്ടുകൂടെ, ഞങ്ങൾ മോഡേൺ ഡ്രസ് ഒക്കെ ഇട്ടൂടെ? നമ്മക്ക് കിട്ടി ഗോൾഡൻ ചാൻസ് ആണ്. ഇത് നഷ്ടപ്പെടുത്തട്ടെ നമ്മൾ ചോദിക്കണത്. അത് നഷ്ടപ്പെടുത്താൻ പറ്റൂ? ബാപ്പ ഗൾഫിൽ നിന്ന് 5 പവന്റെ മാല നമുക്ക് അയച്ചെന്നുണ്ടെങ്കിൽ നല്ലോ നോക്കണം കേട്ടോ. 5 പവന്റെ മാലയാണ് വേണ്ട, 2 പവന്റെ മാലയാണ് വേണ്ട, 1 പവന്റെ മാലയാണ്. എത്ര സൂക്ഷിച്ച് നമ്മൾ കൊണ്ടിടക്കും, അല്ലേ? എന്നാൽ ഈ ലോകത്ത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധിയാണെന്ത്? ഹിദായത്ത്. ഞാനിപ്പോ ശിർക്കിൽ കഴിയുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കി, അവരെന്താ പറയാ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വിശ്വാസം ഉണ്ട്, നിങ്ങൾ നിങ്ങളെ വിശ്വാസം ജീവിച്ചോളി, ഞങ്ങളെ നേരെ വേണ്ട, ഞങ്ങളോട് പറയും വേണ്ട, ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസം കഴിച്ചോട്ടെ. ഞങ്ങള് കാക്കകാരന്മാരൊക്കെ ഇങ്ങനെ ചെയ്ത് ഞങ്ങൾക്ക് അതിലാണ് വിശ്വാസം പറഞ്ഞിട്ട് തരികയുണ്ടോ? ഇല്ല. അവിടെ നമുക്ക് ജനറ്റിക്കലി ശിർക്ക് തന്നെ ഒഴിവായി, അല്ലെങ്കിൽ സാഹചര്യം കാരണത്താൽ തൗഹീദിലേക്ക് വരാൻ ബാക്കി കിട്ടിയവ ഇഞ്ഞത് പോകരുത്. മനസ്സിലായോ? ഇഞ്ഞത് നഷ്ടപ്പെടുത്തരുത്. തവഫനി മുസ്ലിമാ, അല്ലാഹുവേ മുസ്ലിമായിട്ട് വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളിൽ നീ ഉൾപ്പെടുത്തണം. അതുകൊണ്ട് ദീന് കേൾക്കാനും കേട്ട ദീന് പകർത്താൻ ഒരു മടിയില്ലായിരുന്നു.
കാരണം എന്താ? മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി. ആരെങ്കിലും അല്ലാഹു ഹിദായത്തിലാക്കിയാൽ അവനാണ് സന്മാർഗ്ഗം പ്രാപിച്ചവൻ. അല്ലാഹ് മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് തരുന്ന ഗിഫ്റ്റ് അത്. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് മടിയുണ്ടാവില്ല. അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയില്ല, ചാടി എണീക്കണം. ആരംഭിക്കുന്നത് മനസ്സിന് ഹിദായത്തിന്റെ പ്രകാശം ജ്വലിപ്പിച്ചവനാ വിളിക്കുന്നത് അല്ലേ? ഉറക്കത്തേക്കാൾ ഉത്തമമാണ് നമസ്കാരം. എത്ര ഉറങ്ങി കിട്ടുക? കുറച്ചേരം സുബഹിസ്കരിച്ചാൽ ഉറങ്ങി എത്ര സുഖം ഉണ്ടാകുക? സുബഹിസ്കരിച്ചാൽ ഉറങ്ങി എത്ര സുഖം ഉണ്ടാകുക? ഇതൊക്കെ കേട്ട് നമ്മൾ സുബഹിസ്കരിച്ചാൽ ഉറങ്ങി നേരം വെളുത്ത് നീച്ചുമ്പോൾ എന്ത് സുഖം ഉണ്ടാകുക അല്ലേ? ഇന്നും പോയി ചുരുങ്ങി മതി നീച്ചണ്ടേ? ഇനി ഒരു കുറ്റബോധം ഉണ്ടെങ്കിലും ആ നേരത്തെ ഉറങ്ങിയിട്ട് എന്താ കൂടുതൽ കിട്ടാൻ? ഒന്നും കിട്ടാൻ. ഞാൻ ഉറക്ക് വേണേ നമുക്ക് അസറിന് ശേഷം ഉറങ്ങാം, അല്ലെ ദുഹറിന് ശേഷം വേണേ ഉറങ്ങാം. ഉറക്ക് വേറെ പല സമയത്ത് ഉറങ്ങിക്കൂടെ? സുബഹ് വേറെ സമയത്തുണ്ടോ? ഉണ്ടോ? ഇല്ല. ആ സമയത്ത് നമുക്ക് വാഗ്ദാനം ചെയ്ത ഗിഫ്റ്റുകൾ വേറെ ഏതെങ്കിലും സമയത്തുണ്ടോ? ഇല്ല. അപ്പൊ ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിൽ പോകാൻ ഒരു മടി ഉണ്ടാക്കാൻ നമുക്ക്. കാരണം എന്താ? മൻ ഖദാ ഇലൽ മസ്ജിദി ഔ റാഹ അഅദ്ദല്ലാഹു ലഹു നുസുലൻ കുല്ലമാ ഖദാ ഔ റാഹ. രാവിലെയും വൈകുന്നേരവുമായി 5 നേര നമസ്കാരത്തിന് വേണ്ടി ആരെങ്കിലും പള്ളിയിൽ പോയാൽ അള്ളാഹുവിന്റെ ഓരോ പോക്കിലും സ്വർഗത്തിൽ സൽക്കാരം ഒരുക്കി വെക്കും. മനസ്സിലായോ? ഓരോ നേരം പള്ളിയിൽ പോയി അള്ളങ്ങനെ സൽക്കാരം. പുതിയാപ്ല സൽക്കാരത്തിന് വിളിച്ചാൽ ഹാപ്പി അല്ലേ? കാരണം അത്യാവശ്യം ഉണ്ടാവും. ഇത് അള്ളാന്റെ സൽക്കാരം. ഓരോ നേരം അള്ളങ്ങനെ സൽക്കാരം ഒരുക്കി വെക്കാം. പലർക്ക് ചെല്ലുമ്പോഴാണ് കാണാം ഇതൊക്കെ ജമാഅത്തിന് പള്ളിക്ക് പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഹിദായത്ത് നഷ്ടപ്പെടും. ഫാഷനുകളിൽ മാറി വരും, കൾച്ചറുകൾ മാറി വരും, സംസ്കാരം മാറി വരും. സിനിമകളും സീരിയലുകളും മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ മോഡേൺ രൂപങ്ങൾ വരും. പക്ഷെ ദീന് നമ്മൾ പോലെ ദീനോട്ടുള്ള ഒരു കളിയില്ല. മനസ്സിലായോ? കാരണം ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയ സ്വത്താണ്. അല്ലാഹു പറയണ ആരെങ്കിലും അല്ലാഹു ഹിദായത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ സന്മാർഗത്തിലാണ്. ആർക്കെങ്കിലും അല്ലാഹു വഴികേടാണ് വെച്ചതെങ്കിൽ അവന് നേർമാർഗം കാണിക്കാൻ ഒരാളും വരില്ല. അതിനെ ഇവിടെ പറഞ്ഞു ഇവര് കിടക്കണത് എവിടെയാ? മണ്ണില്. മണ്ണിലല്ലേ? എന്നാൽ ശിർക്കിലും ഖുറാഫാത്തിലും കഴിയുന്ന ആൾക്കാർ കഴിയുന്ന എവിടെയാ? കൊട്ടാരത്തിൽ. കൊട്ടാരത്തിൽ. ദുനിയാവിൽ കൊട്ടാര ജീവിതം നയിക്കലല്ല പ്രധാനം. ഹിദായത്ത് കിട്ടിയിട്ട് മണ്ണ് കിടക്കുക. ഇവർക്കുള്ള പ്രത്യേകത എന്താ? അള്ളാഹ് ഇവർക്ക് ഹിദായത്ത് കൊടുത്തു. മനസ്സിലായോ? അതുകൊണ്ട് ഈ പരിമിതമായ സൗകര്യത്തിൽ കഴിയണിൽ അവർക്കൊരു വെറുപ്പില്ല, ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. അതുകൂടെ ചേർത്തിട്ടാണ് ഈ വാക്കുകൂടെ പറഞ്ഞത്. കോമൺ ആയ വാക്കാണ്, മൊത്തത്തിലുള്ള ഒരു വാക്കാണ്, എങ്കിൽ പോലും ഇതുമായിട്ടുള്ള ബന്ധം അതാണ്. മനസ്സിലായോ? അള്ളാഹ് ഇവർക്ക് ഹിദായത്ത് കൊടുത്തു. അതുകൊണ്ട് ഹിദായത്ത് കിട്ടിയോ അവനെ കാക്കുമല്ല, അവരെ സംരക്ഷിക്കുമല്ല, അവരെ കൂടെ ഉണ്ടാവുമല്ല. അള്ളാഹ് കൊട്ടാരവും പറുദീസയും നോക്കിയിട്ടാണോ അള്ളാഹ് കൂടെ നിൽക്കണത്? അള്ളാഹ് അസ്ഹാബുൽ കഹ്ഫിന്റെ ഒപ്പം ഗുഹയില, ഓലൊപ്പല്ല. കാരണം ഇവർക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്, അവർക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നല്ല വിചാരം വെച്ച് പുലർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് അവർ തങ്ങളുടെ ജനതയെ വിലയിരുത്തി നമ്മുടെ നാട്ടിൽ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ തെളിവ്, കൃത്യമായ തെളിവ് കൊണ്ടുവരാൻ അവർക്ക് പറ്റാത്തത്? അള്ളാന്റെ പേരിൽ കള്ളം പറയുവാൻ ഏറ്റവും വലിയ അതിക്രമം തന്നെയാണ്. വൈദ്യത്തെ സ്ഥലത്തുമോ നിങ്ങൾ അവരെ ഉപേക്ഷിച്ചതിനാൽ അള്ളാഹു അല്ലാത്തവയെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതിനെയും അവരുടെ ആരാധനയെ നിങ്ങൾ ഒഴിവാക്കിയതിനാൽ അഭയം പ്രാപിച്ചോളി. ഇത് അറിയാട്ടോ, അവർ ഗുഹയ്ക്ക് പോയി, ഗുഹയിൽ കഴിയും. ഗുഹയിൽ കയറിയ സമയത്ത് അവർ പറഞ്ഞു, വിഷമിക്കണ്ട, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം നിങ്ങൾക്ക് വിശാലമാക്കി തരും. നിങ്ങൾക്ക് അവിടെ കിട്ടിയതിനേക്കാളും നല്ല ഒരു സംഗതി അള്ളാഹ് ബദലായിട്ട് നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം അള്ളാഹ് ഉണ്ടാക്കി തരും. അപ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ നല്ല വിചാരത്തിന് ഗിഫ്റ്റ് എന്നോണം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? ആ ഗുഹയിൽ അവരെ
പുറക്കാൻ വേണ്ടിയിട്ട് ഗുഹയെ സജ്ജീകരിക്കണം. ഗുഹയെ സൂര്യൻ ഉദിച്ചാലും അസ്തമിച്ചാലും ഗുഹാമുഖത്തെ ഒഴിവാക്കിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ ഉദിപ്പിച്ചത്. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആ സൂര്യൻ വലത് ഭാഗത്തേക്ക് ചാഞ്ഞു പോകുന്നതായിട്ട് നിനക്ക് കാണാം. സൂര്യൻ അസ്തമിക്കുകയാണെങ്കിൽ ഇടത് ഭാഗത്തേക്ക് ഗുഹയെ വിട്ട് ചാഞ്ഞു പോകുന്നതും നിനക്ക് കാണാം. പിന്നെ ആ ഗുഹയിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത ചെയ്തു. അപ്പൊ കിടക്കാൻ വേണ്ട സൗകര്യം എന്ന നിലക്ക് സൂര്യനെ അറേഞ്ച് ചെയ്തു, ഗുഹയെ അറേഞ്ച് ചെയ്തു, കിടക്കാൻ അത് പാകമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപദേശം തരികയാണ്. ഇതൊക്കെ അള്ളാന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ആരെയാണോ അള്ളാഹ് സന്മാർഗത്തിലാക്കിയത് അവരാണ് സന്മാർഗത്തിൽ, ആരെയാണോ അള്ളാഹ് വഴികേടിലാക്കിയത് അവരെ നന്നാക്കാൻ ഒരാളുമില്ല. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച 3 ആയത്തുകൾ. 3 ആയത്തിലും ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ശിർക്കിനും അതുപോലത്തെ കാര്യങ്ങൾക്കും യാതൊരു തെളിവുമില്ലെന്നും ശിർക്ക് ചെയ്യുന്നത് വലിയ അതിക്രമമാണെന്നും അള്ളാന്റെ പേരിലുള്ള കളവാണെന്നും ആ കളവ് കെട്ടിച്ചമക്കുന്നവർ അക്രമികളാണെന്നും 1-ാമത്തെ ആയത്തിൽ പറയുന്നു. 2-ാമത്തേത് ശിർക്കൻ പൂജയുമായിട്ടും ശിർക്കൻ ആരാധ്യന്മാരുമായിട്ടും നമുക്ക് ഒരു ബന്ധവുമില്ല, അതിനെ നമ്മൾ വെടിയണം. പിന്നെ അല്ലാഹുവിൽ അവന്റെ റഹ്മത്തിൽ നല്ല വിചാരം വെച്ച് പുലർത്തണം. അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾ ദൂരീകരിച്ചു തരും എന്ന് നമ്മൾ ഉദ്ദേശിക്കണം, നമ്മൾ വിചാരിക്കണം. അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ എന്ത് വേണം? നേരായ വഴിയിൽ പോകണം. മനസ്സിലായി? തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അള്ളാഹുവിൽ നല്ല വിചാരം വെച്ച് പുലർത്തുന്നത് അബദ്ധമാണ്. എന്നൊരു കവി പാടിയിട്ടുണ്ട്. നീ മാക്സിമം തെറ്റുകൾ ചെയ്തോ, കാരണം പാപം അങ്ങേയറ്റം പൊറുക്കുന്ന ഒരു പടച്ചോനെ എനിക്ക് കണ്ടുമുട്ടാറുള്ളത്. മനസ്സിലായോ? ഒരു കവി പാടിയതാണ്. അങ്ങനത്തെ ഒരു സദ്വിചാരം വെച്ച് പുലർത്തരുത്. തെറ്റുകൾ ഒഴിവാക്കി അള്ളാന്റെ വഴിയിൽ പോയിട്ട് വേണം അള്ളാഹി നല്ലത് പുലർത്താൻ. ഓക്കെ, അങ്ങനെ സദ്വിചാരം വെച്ച് പുലർത്തിയാൽ അതിന് റിസൾട്ട് ഉണ്ട് എന്നതാണ് 3-ാമത്തെ ആയത്ത്. ഗുഹയെ അവർ സജ്ജീകരിച്ചു, ഗുഹയെ അള്ളാഹ് പാകപ്പെടുത്തി, സൂര്യാസ്തമയത്തെയും ഉദയത്തെയും അള്ളാഹു കൺട്രോൾ ചെയ്തു. ഇത് അള്ളാന്റെ ദൃഷ്ടാന്തമാണ്. ഓക്കെ, ആ ദൃഷ്ടാന്തം അള്ളാഹ് ആരിലാണ് ഒഴിവാക്കിയത്? അള്ളാഹനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞ് എണീറ്റ് നിന്ന സാധാരണക്കാരായ ആൾക്കാർ അല്ലേ, അവരിലാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം വെളിവാക്കിയത്. അപ്പോൾ സത്യപാതയിൽ ഉറച്ചു നിൽക്കുന്നവരുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്ത് ചെയ്യും? വെളിവാക്കും. ഒരു സംശയമില്ല. കറാമത്ത് എല്ലാപ്പോഴുള്ള സാധനമാണല്ലോ, പക്ഷെ ഏതാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രകടിപ്പിക്കും എന്ന് മാത്രം. മനസ്സിലായല്ലോ? ഇന്നൊരാൾക്ക് കറാമത്തുണ്ട് എന്ന് നമുക്ക് പറയാൻ യാതൊരു റൈറ്റും ഇല്ല. ഇന്നത് കറാമത്താണ് എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് ഇല്ല. മനസ്സിലായി? പക്ഷെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നതിൽ സംശയമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇവര് സന്മാർഗത്തിലാണ്, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഉറപ്പുണ്ട്. അല്ലാഹ് സന്മാർഗത്തിലാക്കിയ അവൻ സന്മാർഗത്തിലാണ്, വഴികേടിലാക്കിയ അവൻ വഴികേടിലാണ്. ഓക്കെ, ഇതാണ് നമ്മളിന്ന് പഠിച്ചത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്തിട്ട് ഓരോ ആയത്തും അതിന്റെ അർത്ഥം വെച്ച് വായിക്കണം. എന്നിട്ട് വായിച്ചിട്ട് ഓരോ പദത്തിലും ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ആലോചിച്ചെടുക്കണം. അപ്പൊ കിട്ടും. മനസ്സിലായോ? എത്ര മണിക്കൂറിന് മുമ്പ്? 24 മണിക്കൂർ. അത് കഴിഞ്ഞാൽ പോകും. ഓക്കെ, അപ്പോ ആയത്തുകളൊന്ന് അർത്ഥം വെച്ച് നോക്കുക, വായിച്ച് നോക്കുക, അർത്ഥവും ഇതിലുള്ള വിശദീകരണങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർത്തെടുക്കുക. അപ്പൊ ഡയറിയൊക്കെ കുറിച്ച് വെച്ച ആളുകൾക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. എന്ത് അവിടെ ഞാൻ പറഞ്ഞിരുന്നു, ഇനി ഡയറി എഴുതാൻ എങ്ങനെ ഡയറി എഴുതേണ്ടത് അറിയാത്തതുകൊണ്ട് എഴുതാതിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ ചില ആ വാക്കർത്ഥം, ചില ആൾക്കാർ വാക്കർത്ഥങ്ങൾ എഴുതിയിരിക്കരുത്. അതിനൊന്നും ആവശ്യമില്ലല്ലോ. അമ്മായിമനെ കുറിച്ച് വാക്കർത്ഥയിലുണ്ട്. പിന്നെ എന്തിനാ അത് എഴുതിയിരിക്കുന്നത്? നമ്മൾ എഴുതിയിരിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. എന്ത്? 15-ാമത്തെ ആയത്ത്, 14-ാമത്തെ ആയത്തിന് നമ്പർ ഇടുക, 15-ാമത്തെ ആയത്തിന് നമ്പർ ഇടുക. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോ ഗുണപാഠങ്ങൾ ഇങ്ങനെ പറയുന്നില്ലേ, അതിങ്ങനെ എഴുതിയിട്ടാണ്.
മനസ്സിലായി? ഗുണപാഠങ്ങൾ ഞാൻ പറയുന്നത് അതാണ്. ക്ലാസ്സിലെ ഒരു ക്ലിക്കാണ് പോയിന്റാണ്, അതാണ്. ആ ക്ലിക്കാണ് പോയിന്റുകൾ ഇങ്ങനെ നമ്മളെ ഭാഷയിൽ എഴുതിയെടുക്കാം. ബാക്കി നമുക്ക് അർത്ഥം പരിഭാഷിച്ച് നോക്കുമ്പോൾ അതിങ്ങനെ ഇതിലേക്ക് വരും. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ഭാഗങ്ങളും മാഫക്കട്ടെ. കൂടുതൽ പഠിക്കാനും പഠിച്ചതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാകുന്ന ഈ ദീനാകുന്ന ഈ ഹിദായത്ത് മരണം വരെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. പിശാചിന്റെ വഴികൾ തട്ടി തുറന്ന് അത്തരം മാർഗങ്ങളിലൂടെ പോയി ആ വഴിയിൽ മരിച്ച് ഹതഭാഗ്യരാകുന്നതിൽ നിന്ന് അള്ളാഹു നമ്മൾ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഏത് ഘട്ടത്തിലും തനിച്ചാകുമ്പോഴും കൂട്ടത്തിലാകുമ്പോഴും ഒക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ഹറാമുകളോട് കടുത്ത വെറുപ്പ് അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുമാറാവട്ടെ. ഹലാലുകളോട് കടുത്ത ഇഷ്ടം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ ജനിപ്പിക്കുമാറാവട്ടെ. ആരാധനയുടെ താല്പര്യത്തോടെയും ഊർജ്ജസ്വലമായിട്ട് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാം തൗഫീഖ് ചെയ്യട്ടെ. ദുനിയാവിൽ അള്ളാഹു നമുക്ക് റഹ്മത്തും ബറക്കത്തും സമാധാനവും സന്തോഷവും ഏകുമാറാവട്ടെ. മരിച്ചു ചെന്ന റബ്ബിന്റെ കോടതിയിൽ സ്വർഗം നൽകി ആദരിക്കുന്നവരിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ പ്രായമെത്തിയ ആളുകൾക്ക് എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ. നമ്മൾ മരിച്ചു വരുന്ന വിശ്വാസികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ഏകുമാറാവട്ടെ. നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അള്ളാഹു ബുദ്ധിയും വിവേകവും ഉയർച്ചയും വളർച്ചയും സൽബുദ്ധിയും നന്മയും പാണ്ഡിത്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജോലിയിലും കുടുംബത്തിലും മക്കളിലും ജീവിതത്തിലും ആരോഗ്യത്തിലും സമയത്തിലും എല്ലാറ്റിലും അള്ളാഹു ബറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലായി നമുക്ക് അനുവദിച്ചതിലെ ആസ്വാദനങ്ങൾ മുഴുവൻ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ദീനിലും നമ്മുടെ ദുനിയാവിലും നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ കാഴ്ചയിലും നമ്മുടെ കേൾവിയിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ എല്ലാറ്റിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം നമ്മുടെ ജീവിതത്തിൽ ഭയക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും അള്ളാഹു നമ്മെ തൊട്ട് അകറ്റുമാറാവട്ടെ. ഏത് പ്രതിസന്ധിയിലും ഏത് പരീക്ഷണത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് അത്താണിയായി കൂടെയുണ്ട് എന്ന ധൈര്യത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ സദ്വിചാരത്തോടുകൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ഏകുമാറാവട്ടെ. എപ്പോഴും തെറ്റിലേക്ക് വഴിതിരിയാനുള്ള സാധ്യതയുടെ ഈ ലോകത്ത് കണ്ണിനെയും കാതിനെയും മനസ്സിനെയും ഹൃദയത്തെയും എല്ലാം നിയന്ത്രിച്ചു നിർത്തി അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസനായി മരിച്ചു തിരിയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ഏകുമാറാവട്ടെ. മുത്തുനബിയെ അനുധാവനം ചെയ്ത് സ്വഹാബി വനിതമാരെയും സ്വഹാബി വര്യന്മാരെയും പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ഏകുമാറാവട്ടെ. നമ്മുടെ വീടിനെ അള്ളാഹു നന്മയുടെ ഒരു കേദാരമാക്കി കേന്ദ്രമാക്കി മാറ്റുമാറാവട്ടെ. അള്ളാഹുവിനെ ദിക്റെടുത്തും വിശുദ്ധ ഖുർആൻ മുടങ്ങിക്കേൾക്കുകയും ചെയ്യുന്ന ദീനിന്റെ ഇടമാക്കി അള്ളാഹു നമ്മുടെ വീടുകൾ മാറ്റുമാറാവട്ടെ. നമ്മുടെ ഇടങ്ങളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമയും സന്തോഷവും ആശ്വാസവും അതുപോലെ തന്നെ അഭയവും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ വേദനിപ്പിക്കുന്ന ചിന്തകളും അള്ളാഹു ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ കാലുകൾക്കും നമ്മുടെ നീക്കങ്ങൾക്കും സ്ഥൈര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഈ ഒരുമിച്ച് കൂടിയ നമ്മുടെ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ വീടുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ മായ്ച്ചു കളയുമാറാവട്ടെ. നാളെ കോടാനുകോടി ജനങ്ങളുടെ മുന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെ മറച്ചു വെക്കുമാറാവട്ടെ. നന്മയുടെ മാർഗം സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് ക്യൂ നിൽക്കുന്ന സൗഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മകൾ ജീവിതത്തിൽ പെരുപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ഏകുമാറാവട്ടെ. അറിവും വിജ്ഞാനവും ഈമാനും ഓർമ്മശക്തിയും അതിശക്തമായ കരുത്തുള്ള നിശ്ചയദാർഢ്യമുള്ള യഖീനുള്ള ഹൃദയവും അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ തിന്മ നിറഞ്ഞ ചിന്തകളും അതിനുള്ള ആഗ്രഹങ്ങളും അതുപോലെയുള്ള അതിനുവേണ്ട സാഹചര്യങ്ങളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ തൊട്ട് അകറ്റുമാറാവട്ടെ. തിന്മകളിൽ നിന്ന് ബോധപൂർവ്വം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ തട്ടി മാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഹിദായത്തിനെ മരണം വരെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹു ദലാലത്തിലേക്ക് തെറ്റിപ്പോകുന്ന ഹതഭാഗ്യത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉള്ളതിൽ അള്ളാഹു നമുക്ക് ബറക്കത്തും റഹ്മത്തും ആശ്വാസവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയതിൽ സന്തോഷമടഞ്ഞ് സംതൃപ്തിയടഞ്ഞ് അതിൽ ഖനാഅത്തുള്ളവരായി തൃപ്തിയുള്ളവരായി മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടവും അവനെ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടവും നമ്മിൽ യഥേഷ്ടം വർഷിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വർഗീയത ആളിക്കത്തിച്ച് സമൂഹത്തിൽ ചിത്രതയുണ്ടാക്കാനും രക്തച്ചൊരിച്ചിലുണ്ടാക്കാനും ശ്രമിക്കുന്ന
ആളുകളുടെ ആസൂത്രണങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു സമാധാനവും ശാന്തിയും സ്വസ്ഥതയും സ്വാതന്ത്ര്യവും നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. യഥേഷ്ടം നിർഭയത്വത്തോടുകൂടെ ആരാധന നിർവഹിക്കാനും ദഅവത്ത് നടത്താനുമുള്ള ഈ മണ്ണിലെ സ്വാതന്ത്ര്യം അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ മനസ്സുള്ളവരെ ചേർത്ത് പിടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭരണം കൈമാറുമാറാവട്ടെ. വർഗീയ ചിന്താഗതിയുള്ള ഭരണാധികാരികളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അവരുടെ നീക്കങ്ങളെ അല്ലാഹു അവർക്കുള്ള നാശത്തിന്റെ ഹേതുവാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ദാസന്മാരും ദാസികളുമാക്കി നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്കെല്ലാം നല്ല ജീവിതവും നല്ല മരണവും മരണമില്ലാത്ത ലോകത്ത് സ്വർഗവും അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. والسلام عليكم ورحمه الله.